ഇന്ന് പ്രധാനമായും മെസ്സേജിനോടുകൂടെ ഒരു വിഷയം കൂടെ സംസാരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇന്ന് ഈ അടുത്ത കാലത്തിൽ വത്തിക്കാനിലെ പോപ്പ് ഒരു പ്രസ്താവന ഇറക്കി, നമുക്കറിയാം, മറിയത്തെക്കുറിച്ചാണ്. മറിയ യേശുക്രിസ്തുവിന് കഴിഞ്ഞാൽ സഹരക്ഷകയാണെന്നും മധ്യസ്ഥത്തിൻ്റെ കാര്യങ്ങളൊക്കെയും അങ്ങനെയല്ല എന്ന് പോപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യേശുക്രിസ്തു മാത്രമേ ഏകരക്ഷകനുള്ളൂ എന്നുള്ള പ്രസ്താവന ഇന്നാകെ കത്തോലിക്കാ സഭയിൽ ചിന്താക്കുഴപ്പമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. കത്തോലിക്കരും ഓർത്തഡോക്സ് സഭ, യാക്കോബ സഭക്കാരുമാണ് മറിയെ വളരെയധികം ആരാധനയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകും. അവർ ആരാധിക്കുന്നില്ലെന്ന് പറഞ്ഞാലും ആരാധിക്കുന്നുണ്ട്. കാരണം പ്രാർത്ഥനകൾ നമ്മൾ നോക്കിയാൽ കൊന്ത നമസ്കാരം നടത്തുമ്പോൾ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ് എന്നതിന് ശേഷം 10 നന്മ നിറഞ്ഞ മറിയമയാണ് പറയുന്നത്. ആ നന്മ നിറഞ്ഞ മറിയം നമുക്കറിയാം, നന്മ നിറഞ്ഞ മറിയമേ തമ്പുരാൻ്റെ അമ്മേ. നന്മ നിറഞ്ഞവളാണ്, പക്ഷെ തമ്പുരാൻ്റെ അമ്മ എന്നുള്ള ഇവിടെ കിട്ടി. അതുപോലെ തന്നെ ആകാശങ്ങളുടെ രാജ്ഞി, വിശുദ്ധന്മാരുടെ രാജ്ഞി, സ്വർലോകന്മാരുടെ രാജ്ഞി, പിന്നെ രാജാക്കന്മാരുടെ രാജ്ഞി എന്നും പറഞ്ഞുകൊണ്ട് കുറേ വാഴ്ത്തലുകളുണ്ട്. ഏകദേശം 50ഓളം, പണ്ട് സഹസ്രനാമം 50ഓളം വാഴ്ത്തലുകൾ മറിയെക്കുറിച്ച് പറയാറുണ്ട്. എന്നാൽ ആദിമസഭയിൽ അങ്ങനൊന്നും ഇല്ലായിരുന്നു. ഇതെങ്ങനെയാണ് ഈ മാതാവിൻ്റെ വാഴ്ത്തൽ, മറിയയുടെ വാഴ്ത്തൽ, അല്ലെങ്കിൽ വാഴ്ത്തലല്ല, ആരാധന അനുഭവങ്ങൾ കയറി വരാൻ കാരണം, അമിത പ്രാധാന്യം കൊടുക്കാൻ കാരണം, നമുക്കറിയാം സഭയുടെ ആരംഭം AD 30-33 കാലയളവിലാണ്. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ഭൂമിയിൽ സഞ്ചരിച്ചതായി അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന് 1-2 വാക്യം നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ 40 ദിവസം ശിഷ്യന്മാരോട് താൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് വെളിപ്പെടുത്തി സാക്ഷിയാക്കി കാണിച്ചതിന് ശേഷം ഏകദേശം 500-ലധികം പേര് കൂടിയിരുന്ന സ്ഥലത്തിൽ കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം, ഗലീലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്ത് നമുക്കറിയാൻ കഴിയും. യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം അപ്പോസ്തല നടപടിയിൽ എഴുതിയിട്ടുണ്ട്. യേശു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ഗലീല പുരുഷന്മാർ, അതായത് പത്രോസും കൂട്ടരല്ലെങ്കിൽ ആകാശത്ത് നോക്കി 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 കണ്ണങ്ങ് മറിഞ്ഞുപോയി. അവരെ വീണ്ടും താഴേക്ക് കൊടുത്തൊരു ദൂതനാണ്. ആ ദൂതന്മാരോട് പറയുന്നുണ്ട്, ഗലീലിയ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു ക്രിസ്തു നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരുമെന്നാണ്. ആ വരവാണ് പരസ്യമായി ഇനി ഒലിവുമലയിൽ വരേണ്ടതായ വരവ്. ഇതൊക്കെ 100% സത്യമായ കാര്യങ്ങളാണ്. ഇന്ന് നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ ബൈബിൾ, പ്രവചനങ്ങൾ, ഇസ്രായേൽ, അവരുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ സെമിറ്റിക് മതം എന്ന് പറഞ്ഞാൽ യഹൂദനും അറബികളും ഇസ്ലാമും എല്ലാം ചേർന്ന അബ്രഹാമിൻ്റെ സന്തതികളെക്കുറിച്ചാണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയം. ലോകത്തിൻ്റെ ഉൽപ്പത്തി ആരംഭമെല്ലാം നമുക്ക് അവിടുന്ന് തന്നെയാണ് കാണുന്നത്. മെസോപ്പൊട്ടാമിയ സംസ്കാരം ആദ്യമായിട്ട് ലോകത്തിന് സംഭാവന ചെയ്ത സംസ്കാരം മെസോപ്പൊട്ടാമിയ സംസ്കാരമാണ്. അപ്പം ഇതെല്ലാം 100% സത്യമാണെന്ന് ഇന്ന് ലോകം അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. അതുകൊണ്ടാണ് സഭയും ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ചില കാര്യങ്ങൾ തിരുത്താൻ അവരിഷ്ടപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, സകലവും യഥാസ്ഥാനപ്പെടുത്തുവോളം, ഒന്ന് വായിച്ച്, സകലവും യഥാസ്ഥാനപ്പെടുത്തുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താക്കുന്ന കാലം വരുവോളം സ്വർഗം അവനെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും നിവൃത്തിയാക്കുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളുന്നതാണ്. അപ്പോൾ എല്ലാം യഥാസ്ഥാനത്തിൻ്റെ കാലത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഈ കാലത്തിൽ എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ അധികമായിട്ട് വിഷയമായിട്ട് പൊങ്ങി വരികയാണ്? കാരണം യഥാസ്ഥാനത്തിൻ്റെ കാലം അടുത്തിരിക്കുകയാണ്. യേശു ക്രിസ്തു ഭൂമിയിൽ രാജാവായി വാഴുമെന്നുള്ള പ്രവാചകം നമുക്കറിയാം. യെശയ്യാപ്രവചനം 32:1 ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം ലഭിക്കും. മാത്രമല്ല അപ്പോസ്തലന്മാരോട് യേശു പറയുന്നു, നിങ്ങൾ ആ നാളുകളിൽ ഇസ്രായേലിനെ 12 ഗോത്രങ്ങൾ 12 സിംഹാസനമായിട്ട് ന്യായം വിധിക്കുമെന്നാണ്. ഇതെല്ലാം ആക്ഷരികമായിട്ട് ഈ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നൊരു കാലമാണ്.
ഇതെല്ലാം ഇന്ന് ലോകം സമ്മതിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ബൈബിൾ പ്രവചനങ്ങൾ നിവർത്തീകരണം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ആത്മീയ വശങ്ങളും മതത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ നിറവേറേണ്ടത് ഒരു സമയം കൂടിയാണ്. അതിലൊന്നാണ് ഇപ്പം മാതാവിൻ്റെ അല്ലെങ്കിൽ മറിയത്തിൻ്റെ വിഷയം എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. ഈ നമുക്കറിയാം, ക്രിസ്തീയ സഭകൾ പലതും ചിലതെല്ലാം മതവെറി കൊള്ളുന്നവരുണ്ട്, മതവൈരാഗ്യത്തിൽ പോകുന്നവരുണ്ട്, വെറും പാരമ്പര്യങ്ങളിലേക്ക് പോകുന്നവരുണ്ട്. ഈവൻ പെന്തിക്കോസ്ത് സഭകൾ പോലും. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞതിന് ശേഷം വിഷയത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ മർത്തോമാ സഭ വലിയ സുവിശേഷീകരണ നവീകരണത്തോടുകൂടി ഇറങ്ങിയ സഭയായിരുന്നെങ്കിലും ഇപ്പോൾ അതിൻ്റെ അവസ്ഥ നോക്കിയേ. ഒന്നും വേണ്ട, അവിടെ ഏറ്റവും വലിയൊരു മെത്രാനായിരുന്ന അലക്സാണ്ടർ മെത്രാപ്പോലിത്ത എനിക്കും വളരെ ഇഷ്ടമുണ്ടായിരുന്നൊരു മനുഷ്യനാണ്. നമ്മുടെ ക്രിസോസ്റ്റം മെത്രാന് മുമ്പുള്ളതായ അദ്ദേഹം വളരെ അറിവും പാണ്ഡിത്യവും നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണസമയത്തിന് മുമ്പ് താൻ പറഞ്ഞു, ഞാൻ മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എന്നെ കസേരയിലിരുത്തി കുഴിച്ചിടാതെ നേരെ പെട്ടിക്കകത്ത് വെച്ച് യോഗ്യമായിട്ടുകൊണ്ട് അടക്കം എല്ലാവരും ചെയ്യുന്ന പോലെ എന്നൊരു മെത്രാൻ ജനത്തോട് സഭയോട് പറഞ്ഞിട്ടും അവർ സമ്മതിച്ചില്ല. ഇത് ഞങ്ങളുടെ പാരമ്പര്യം, ഇത് കളയാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. ഞങ്ങളുടെ മഹത്വവും പാരമ്പര്യമാണ്. നോക്കണം, ഏതൊരു മനുഷ്യനും ഒരു ജയിൽ പുള്ളിയാണെങ്കിൽ പോലും അവൻ്റെ അന്ത്യാഭിലാഷം നിറവേറ്റുക എന്നുള്ളൊരു സാധാരണ മനുഷ്യന് ധർമ്മമാണ്. പക്ഷേ സഭയുടെ പാരമ്പര്യം നോക്കിയേ. ഇനി പെന്തിക്കോസ് പാരമ്പര്യങ്ങൾ നോക്കിയേ, ബ്രദറുകാർ നോക്കിയേ, ഓരോ വിഷയത്തിലും വേണ്ടാത്ത കടുംപിടുത്തങ്ങളാണ് അവർക്കുള്ളത്. എപ്പോഴും ഒരു റിബല്യസ് സ്പിരിറ്റുകൾ എല്ലാ സഭയിലും ഉണ്ട്. TPM കുറിച്ച് ഞാൻ പറയാമല്ലോ. 1984 CPM എന്നറിയപ്പെടുന്ന സിലോൺ പെന്തിക്കോസ്റ്റ് മിഷൻ ഒരു സുപ്രഭാതത്തിൽ സിലോണിൽ നടന്ന ആ കലവരം അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ നിമിത്തം സിലോൺ പെന്തിക്കോസ്റ്റ് മിഷനുള്ള ബോർഡ് ഇന്ത്യയിൽ അല്ല കേരളത്തിൽ തമിഴ്നാട്ടിൽ കാണുന്നിടത്ത്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ കാണുന്നിടത്തെല്ലാം കല്ലെറിയുകയും ഇത് സിലോൺകാരാന്ന് പറഞ്ഞ് വിശ്വാസികളെ ആക്രമിക്കാൻ പുറപ്പെട്ടു പോകുന്നു. അപ്പോഴത്തേക്ക് ഇന്ത്യ ഗവൺമെൻറ് നമ്മോട് ചോദിച്ചു, അവിടെ തമിഴ്നാട് ഗവൺമെൻറ് ചോദിച്ചു, നിങ്ങൾക്ക് എന്തിനാ ഈ പേര് ആവശ്യമുണ്ടോ? ഇത് തമിഴ്നാടല്ലേ, ഈ പേര് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും, ഈ പറഞ്ഞ തീവ്രവാദ സംഘങ്ങൾ നിങ്ങളെ ആക്രമിക്കും. നമുക്ക് അതിൻ്റെ ആവശ്യം, ഞാനത് മദ്രാസിലുണ്ട്, പേര് ഞങ്ങൾക്ക് വിഷയമല്ല. ആരംഭകാലത്തിൽ ഇതിന് പേരും പ്രതാപമൊന്നും ഇല്ലായിരുന്നു. അപ്പം ഗവൺമെൻറ് രജിസ്ട്രേഷൻ ആവശ്യപ്പെട്ടപ്പോൾ അങ്ങനെ സിലോണിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ സിലോൺ പെന്തിക്കോസ് എന്ന് വെച്ചെന്നുള്ളേ ഉള്ളൂ. ഫിലിപ്പിയ സഭയെന്നില്ലേ. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ പേരിൽ അറിയപ്പെടാനൊക്കത്തില്ലല്ലോ. കാരണം ഒരു രജിസ്ട്രേഷൻ ഉണ്ടായാൽ പിന്നെ അതിൻ്റെ കീഴിൽ പോകാൻ. അങ്ങനെയാണ് ആ പേര് മാറ്റാൻ തീരുമാനിച്ചു. സിലോൺ പേര് മാറ്റാൻ തുടങ്ങിയപ്പോൾ ഇതിനകത്ത് കുറേ റിബല്യസ് സ്പിരിറ്റുകൾ നോക്കട്ടെ. അപ്പോൾ എല്ലാ കാലത്തും ഒരു മത്സരികൾ കുറേ കൂട്ടം എല്ലാ സഭകളിലും സംഘടനയിലും ഉണ്ട്, പാർട്ടിയിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അവരെന്ത് ചെയ്യും? നല്ല കാര്യങ്ങളാണെങ്കിൽ പോലും അതിനെ സമ്മതിക്കത്തില്ല, അതിനെ എതിർത്തുകൊണ്ടിരിക്കും. പേര് മാറ്റാൻ പാടില്ല. ഉടനെ ആരോ ഒരുത്തം ബുദ്ധിയുള്ളവൻ അവന് ഈ പറഞ്ഞ പോലെ മേധാവിയാകാൻ, ദെമോത്രിയോസിനെ പോലെ പ്രമാണിയാകാൻ അല്ലെങ്കിൽ നേതാവാകാൻ വേണ്ടി അവൻ മുന്നോട്ട് വന്ന് മറ്റുള്ളവരെ ഇളക്കി. അപ്പോൾ ഈ ആത്മീയരല്ലാത്തവരല്ല ആ കൂട്ടത്തിൽ കൂടി. പാസ്റ്റർ പോൾ പറഞ്ഞിട്ടുണ്ട്, സിലോൺ പേര് മാറ്റരുതെന്നല്ല, ഇത് മാറുന്നൊരു സമയം വരുമ്പോൾ സഭയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രവചനമായിട്ട് പറഞ്ഞിരുന്നു. അതായത് സിലോണിൻ്റെ പേര് മാറുന്ന സമയത്തിൽ സഭയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതിവിടെ നിർത്തുക. അപ്പോൾ ഒരു കൂട്ടർ എതിരായി നിന്നുകൊണ്ട് പേര് മാറ്റാൻ പാടില്ലെന്ന് പാസ്റ്റർ പോൾ പറഞ്ഞിട്ടുണ്ട്, ഇത് അന്ത്യകാല ലക്ഷണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിതിനെ ഭയങ്കരമായിട്ട് എതിർത്ത് പ്രശ്നമുണ്ടാക്കി. നമുക്കറിയാം, കേരളത്തിൽ പത്തനംതിട്ടയിലും പാമ്പാടിയിലും പിന്നെ തിരുവഞ്ചൂരിലൊക്കെ ഒരു കൂട്ടം വിശ്വാസികളെന്ന് പറയുന്നവർ പോലും ചില വേലക്കാരും ഉൾപ്പെടെ എഴുന്നേറ്റ് സൗകര്യമാരുടെ പെട്ടിയും പ്രമാണമെല്ലാം വലിച്ചു കളയവരെ പുറത്താക്കുകയും വിശ്വാസികൾ അടിക്കാൻ വന്നു. ഇതാണോ പ്രമാണം? ഇതാണോ യേശുക്രിസ്തു പറഞ്ഞത്? അപ്പോൾ എല്ലാ കാലത്തും ഇങ്ങനൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ സിലോൺ പെന്തിക്കോസ്റ്റ് മിഷൻ എന്ന് പറഞ്ഞാൽ സത്യത്തിന് വേണ്ടി നേരെ നിന്നൊരു സഭയാണ്. പക്ഷേ അവിടെ പോലും അപ്പോൾ ഏത് കാലത്തിലും വേസ്റ്റ് എന്ന് പറയുന്നൊരു ഇതുണ്ടാകും. കുറേ കഴിയുമ്പോൾ വേസ്റ്റായി പോകുന്ന കുറേ പേരുണ്ട്. അവരെന്ത് ചെയ്യും? എന്തെങ്കിലും അഭ്യാസം കാണിച്ച് ഒന്നിൽ പുറത്തു പോകും, അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇതുപോലെയാണ് എല്ലാ കാലങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പേരുമാറ്റം മാത്രമല്ല, പല വിഷയങ്ങൾക്കും എന്ത് ചെയ്യും? നടത്തിപ്പിനോട് അധികാരങ്ങളോട് എതിർത്തുകൊണ്ട് മത്സരിക്കുന്ന ഒരു പൈശാചിക സ്വഭാവം പലർക്കുമുണ്ട്. അതാണ് സാത്താൻ വളരെ തന്ത്രപരമായിട്ട് കാലാകാലങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ എല്ലാ കാലത്തും. മറ്റൊന്ന്, ദൈവത്തെക്കാൾ അന്യ ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് സാത്താൻ്റെ ഒരു വലിയ ലക്ഷണമാണ്, വലിയ തന്ത്രമാണ്.
അതിലൊന്നാണ് ഈ മാതാവിനുള്ള എക്സ്ട്രീം ഇതിലേക്ക് വന്നത്. എന്നാൽ അതിനു മുമ്പ് നമ്മുടെ ഇടയിൽ നടന്നൊരു കാര്യം ഞാൻ പറയാം. 1962 പാസ്റ്റർ ആൽവിൻ ആ കാലങ്ങളിൽ ജ്വലിച്ച് പ്രകാശിച്ചൊരു നക്ഷത്രമായിരുന്നു. ജ്വലിച്ച് പ്രകാശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തന്നെപ്പോലൊരു മനുഷ്യൻ, എനിക്കൊന്ന് പൗലോസ് അപ്പോസ്തലനേക്കാളും ഒരു കാര്യത്തിൽ, ഈ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ പൗലോസ് അപ്പോസ്തലനേക്കാളും മികച്ചവനായിരുന്നു. രാജ്യങ്ങൾ തോറും സഞ്ചരിച്ച് സുവിശേഷം അറിയിച്ചതെങ്കിലും സുവിശേഷം അറിയിച്ച് ദേശം പിടിച്ചെടുക്കുന്നതിൽ പൗലോസ് അപ്പോസ്തലൻ കുറച്ചുകൂടെ മുൻപിലായിരുന്നു. ഇവർ രണ്ടുപേരുമാണ് പുതിയ നിയമത്തിൽ നല്ല മാതൃകാപരമായ. പക്ഷേ അവസാനം എന്ത് ചെയ്തു? ദിഗളം കയറി. നമ്മുടെ വേലക്കാരിൽ തന്നെ വിശ്വാസികൾ തന്നെ ദൈവത്തെ ഭയമല്ല, ആൽവിനെ പേടിയാണ്. അങ്ങനെ ആൽവിൻ പാസ്റ്റർ ഒരു വിഗ്രഹമായിട്ട് വന്നപ്പോൾ ദൈവം അതിനെ ഉടച്ചു കളഞ്ഞു. താനും ദിഗളിച്ചു പോയി. ഞാനാണ് ഇതെല്ലാം സ്ഥാപിച്ചെന്നുള്ള മഹതിയ ബാബിലോണിൻ്റെ ഒരു ആത്മാവ് കയറി. നോക്കണം, പെന്തിക്കോസ്റ്റ് മിഷൻ അത് ശക്തമായി വന്നൊരു കാലങ്ങളിൽ 23 മുതൽ 40 വർഷം തികയുന്നതിന് മുമ്പ്, 40 വർഷമായ സമയത്തിൽ, അപ്പോൾ ഏത് കാലത്തും ഒരു ശുദ്ധീകരണം ഉണ്ടാകും. വീട് ശുദ്ധീകരിക്കുന്ന പോലെ കുറേ അഴുക്കണിയെല്ലാം വെളിക്കളയും. അതെല്ലാ കാലത്തും ഉണ്ടാകുന്നൊരു സത്യമാണ്. അപ്പോൾ ഇങ്ങനെ എല്ലായിടത്തും നോക്കുമ്പോഴും നോക്കണം, ഓർത്തഡോക്സ് സഭ, യാക്കോബ സഭ ഇന്നും അവരടി തീർന്നിട്ടില്ല. ദൈവത്തിൻ്റെ സഭയെന്ന് പറഞ്ഞ് നടക്കുക. ഇന്നും അച്ഛന്മാരും പത്രാന്മാരും തെരുവിലിറങ്ങി അടി നടത്തുകയാണ്. ഇപ്പോൾ കുറഞ്ഞു തോന്നുന്നു. അപ്പോൾ ഇത് സാത്താൻ്റെ ഒരു വലിയ തന്ത്രമാണെന്ന് മനുഷ്യൻ മനസ്സിലാകുന്നില്ല. അവനെപ്പോഴും ദൈവത്തെ ആരാധിക്കുന്നവന് പിടിക്കുന്നില്ല. യേശു കർത്താവ് ലോകത്തിൽ വന്നപ്പോൾ സാത്താൻ പറഞ്ഞ എന്താ? അവന് സ്വർഗം നഷ്ടമായി, സ്വർഗത്തിൽ നിന്ന് അടിച്ചു വെളിയിലാക്കി. ഇനി എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ കയറണം. എനിക്ക് സാത്താൻ്റെ ആ കാര്യത്തിൽ എനിക്കൊരു സന്തോഷമുണ്ട്. കാരണം അവനും സാത്താനും ഏറ്റവും വലിയ ഇഷ്ടം സ്വർഗത്തിൽ പോകാമെന്നുള്ളതാണ്. അപ്പോൾ സ്വർഗം അത്ര കണ്ട് മനോഹരമായതുകൊണ്ടാണ് അവൻ സ്വർഗത്തിൽ പോകാൻ ഇഷ്ടപ്പെട്ടത്. പക്ഷേ യവൻ നിഗളിയായി പോയപ്പോൾ ദൈവം അവനെ തള്ളിക്കളഞ്ഞു. എന്നാൽ വീണ്ടും സ്വർഗത്തിൽ പോകാനുള്ള വളഞ്ഞ വഴിയാണ് അവൻ അന്വേഷിക്കുന്നത്. വളഞ്ഞ വഴി. അതിനെന്ത് ചെയ്തു? ദൈവത്തോട് മത്സരിക്കാൻ അവന് സാധിക്കില്ല. അതുകൊണ്ട് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന, മനുഷ്യ ശരീരത്തിൽ വന്ന, ഈ മനുഷ്യ ശരീരത്തിൽ വന്ന ഈ ദൈവത്തിൻ്റെ വീഴ്ത്തി കളയാൻ അവൻ തീരുമാനിച്ചു. അത് എപ്പോഴാണ്? യേശു ഉപവസിച്ച് ക്ഷീണിതനായി തളർന്നിരിക്കുന്ന സമയം നോക്കി പിശാചോട് ചെന്നു. നീ ദൈവത്തിനെങ്കിൽ അപ്പം കല്ലിനെ അപ്പമാക്കുക, പിന്നെ മലയിൽ നിന്ന് ചാടുക എന്നൊക്കെ പറഞ്ഞ് പരീക്ഷിച്ചു. പക്ഷേ യേശുവിന് മനസ്സിലായി. യേശു അതിനെല്ലാം വചനം കൊടുത്ത് തന്നെ അവൻ്റെ തലയെ തകർത്തു. വചനം കൊടുത്തു തന്നെ, നീ എന്നെ ആരാധിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാമെന്ന്. കാരണം ഭൂമി അവൻ്റെ അല്ലേ. എങ്ങനെ ഭൂമി അവൻ്റെലായി? മനുഷ്യർ കൊടുത്ത ഭൂമിയെ അവൻ, മനുഷ്യൻ്റെ മേൽ ഇവൻ ജയം പ്രാപിച്ചപ്പോൾ അവൻ്റെ അധികാരം അവന് കിട്ടി. എന്നാൽ അത് വീണ്ടും യേശു ക്രിസ്തു വീണ്ടെടുത്ത് മനുഷ്യർക്ക് രക്ഷയും രാജ്യവും സ്ഥാപിക്കാൻ വന്ന യേശുവിനെ പോലും പരീക്ഷിക്കാൻ സാത്താൻ ചെന്നാണ്. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകത്തിൽ കൽപ്പന കൊടുക്കുമ്പോൾ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. അന്യ ദൈവം ഉണ്ടായിരുന്നു മാത്രമല്ല, എന്നെ മാത്രമേ ആരാധിക്കാവൂ. ഇല്ലേ? 20-ൻ്റെ എത്രയാണ്? 2 അവിടെ 10 കൽപ്പന കൊടുക്കുമ്പോൾ ഒന്നാമത്തെ കൽപ്പന തന്നെ എന്താ? 1ഉം 2ഉം ഒന്ന് വായിച്ച്. 20-ന്റെ 3-ാം വാക്യം. 20-ന്റെ പുറപ്പാട് പുസ്തകം 20-ന്റെ 23-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. അന്യ ദൈവം എന്ന് പറഞ്ഞാൽ ആരാ? മനുഷ്യനുണ്ടാക്കിയ ദൈവങ്ങൾ. യേശാസ് പാടിയ പോലെ മതങ്ങൾ മനുഷ്യനുണ്ടാക്കി, അല്ലെങ്കിൽ വീണുപോയ സാത്താൻ അതുക്കുള്ള ജീവൻ പ്രാപിപ്പിച്ചു കൊടുത്തു. അത് ഞാൻ പറയാം അതിനെപ്പറ്റി. അപ്പോൾ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. വായിച്ചേ. ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. ക്രിസ്തീയ സഭയ്ക്ക് ഈ വചനത്തോട് എന്ത് പറയാൻ സാധിക്കും? ക്രിസ്തുമത സഭകൾക്ക് ഈ വാക്യത്തിന് എങ്ങനെ മറുപടി കൊടുക്കാൻ കഴിയും? പക്ഷേ ആരെ കുറ്റം പറയാന്? സാത്താൻ്റെ വഞ്ചനയിൽ മനുഷ്യനകപ്പെട്ടു പോയി. ആദാമും ഹവ്വായും അകപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ്. വീണ് പോയതല്ല, വീണാൽ എങ്ങനെ എഴുന്നേൽക്കാം. വീണതിനെപ്പറ്റി ചിന്തിച്ച് അവിടെ കിടന്ന് എഴുന്നേക്കാൻ ഒക്കുമോ? എഴുന്നേക്കാനുള്ള വഴി അതല്ലേ. ബെത്സയിദാ കുളത്തിൽ കിടന്ന ആ വല്യപ്പനോട് യേശു ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ക്രിസ്തേതരായിക്കോട്ടെ, ഇസ്ലാം ആയിക്കോട്ടെ, ഏതെങ്കിലും ഒന്നിനെ പിടിച്ചിങ്ങനെ മർക്കടപുഷ്ടി കാണിക്കുന്ന പോലെ ഞങ്ങളുടേതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ ഇവിടെ മർക്കടപുഷ്ടി എന്ന് പറഞ്ഞാൽ അറിയാമോ? പണ്ട് കുരങ്ങനെ ഒരു കുടത്തിനകത്ത് കൈയിട്ടു, ശർക്കര അതിനകത്തുണ്ടായിരുന്നു. ഈ ശർക്കരയുടെ മഴ അടിച്ചപ്പോൾ അതെടുക്കാൻ വേണ്ടി കൈ അങ്ങോട്ട് വലിച്ചൊക്കെ തള്ളി കയറ്റിയിട്ടു. ഇട്ടിട്ട് എന്ത് ചെയ്തു? ശർക്കര കയറി അങ്ങ് പിടിച്ചു. അപ്പോൾ കൈ വികസിച്ചില്ലേ? ഈ ശർക്കര എടുക്കാൻ വേണ്ടി ഇട്ട് വലിയാണ്.
എങ്ങനെ കുടത്തിനകത്തിട്ട് ഇങ്ങനെ കൈ വലിച്ച് തോല് പോയതല്ലാതെ അത് വിട്ടിട്ട് വലിക്കാൻ അവന് കഴിയുന്നത്. കാരണം ഇത് വിടാനൊക്കത്തില്ല. കാരണം ഈ ശർക്കരയുടെ ആ രുചി വിടാൻ അവനൊക്കത്തില്ല. ഇങ്ങനെയാണ് പല മതങ്ങളും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും അനാവശ്യമായ ചില കാര്യങ്ങൾ കയറി പിടിക്കും. അത് ഉപദേശിച്ച് ഉപദേഷ്ടാക്കന്മാർ, പുരോഹിതന്മാർ, അല്ലെങ്കിൽ ചില പാഷന്മാരും തലയ്ക്കകത്ത് കയറ്റി വിടും. അല്ലെങ്കിൽ ഏതെങ്കിലും ബൈബിൾ കോളേജിൽ പോയി പഠിപ്പിച്ച് തലയ്ക്കകത്ത് സെമിനാരി പഠിപ്പിച്ച് വിടും. എന്നാൽ അതിൻ്റെ യഥാർത്ഥ സത്യങ്ങളെ മനുഷ്യൻ കണ്ടെത്തുന്നില്ല. അതുകൊണ്ട് പിന്നെ അതും പറഞ്ഞുകൊണ്ടങ്ങ് നടക്കുകയാണ്. ഇതാണ് ശരി, ഇതാണ് ശരി. ഇത് പെന്തക്കോസ്തുകാർക്കും ഉണ്ട്, ക്രിസ്തു മതക്കാർക്കും ഉണ്ട്, ഇസ്ലാമിനുമുണ്ട്, ഹിന്ദു മതത്തിനുമുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ അവരിപ്പോഴാണ് പരിശോധിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് അവിടെ ചെന്നിട്ട് വിഗ്രഹങ്ങളുണ്ടാക്കി ഗണപതിയെ കൊണ്ടുവന്ന് ഇതിനകത്തോട്ട് താക്കുന്നു, വേറൊത്തിൻ്റെ വിഗ്രഹം ഉണ്ടാക്കുന്നു. അവർ ചോദിച്ചിട്ട് ഇവിടെ എന്തിനും ഇതിനെല്ലാം നിങ്ങളുടെ ഇന്ത്യയിലെ ഈ ജീവനില്ലാത്ത ദൈവങ്ങളെ കൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ കൊണ്ട് നിങ്ങളുടെ ഈ കോപ്രാജ്യങ്ങൾ എല്ലാം വെളിയിൽ ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. എല്ലാത്തിനും വെളിയിൽ ഇറക്കാൻ പോവാണ്. ശരിയല്ലേ? ഇതിന് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ഇപ്പോൾ ഭരണം കയ്യിലുണ്ട്, അധികാരമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എത്ര കാലം ജീവിക്കാൻ നോക്കും? അത് ഏത് ഭരണകർത്താക്കന്മാരായാലും ഒരു കാര്യം ചിന്തിച്ചോണം. ഞങ്ങൾക്ക് അധികാരമുണ്ട്, പോലീസുണ്ട്, പട്ടാളമുണ്ടെന്ന് പറഞ്ഞാൽ എത്ര നാൾ നിൽക്കൂടൂ? റോമൻ സർക്കാരിനെ താഴെ ഇറക്കിയിട്ട് ആ റോമിൻ്റെ മേൽ യേശു ക്രിസ്തുവിൻ്റെ മാർഗ്ഗം സ്ഥാപിച്ച സ്വർഗത്തിലെ ദൈവമാണെന്നൊരു ഓർമ്മ നിങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറയുന്നത് എൻ്റെ തറയെടുക്കാം, ഞങ്ങൾക്ക് നഷ്ടവും വരാൻ പോകുന്നില്ല, ഞങ്ങൾ സ്വർഗത്തിൽ പോകും. അപ്പോൾ ഇതിൻ്റെയൊക്കെ അഹങ്കാരത്തിന് ദൈവം മറുപടി തരേണ്ട കാലം വരാൻ പോവുകയാണ്. അത് ഏത് ജാതി മതസ്ഥരായാലും ശരി. വേണ്ടാത്ത മതവിശ്വാസങ്ങളിൽ കയറി ഈ പറഞ്ഞ പോലെ കൈയിട്ടതിന് ശേഷം അത് വിടറ, അപ്പം തന്നെ നിനക്ക് സ്വതന്ത്രനാകും. ഇതുപോലെ ചെറുപ്പത്തിൽ ഒരു ഹിന്ദുവായി ജനിച്ചാൽ അവന് ഹിന്ദു മതത്തിൻ്റെ ഇതെല്ലാം ഓതി കൊടുക്കും. ഇതാണ് ശരി. ഒന്ന് ചിന്തിച്ചു നോക്കി. നിന്നേക്കാൾ ശ്രേഷ്ഠനാകേണ്ട നിൻ്റെ ദൈവം, നീ ആരാധിക്കുന്ന ദൈവം നിന്നേക്കാൾ ക്വാളിറ്റി ഉള്ളവനാകണ്ടേ? അത്രയെങ്കിലും ചിന്തിക്കണ്ടേ? നീ ആരാധിക്കുന്ന ദൈവം നിന്നേക്കാൾ ക്വാളിറ്റി ഉണ്ടോ എന്ന് ആദ്യം നോക്കേ. അതാ ഗാന്ധിജി പറഞ്ഞത്. യേശുവിനെ ഞാൻ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അംഗീകരിക്കാനും കാരണം മനുഷ്യകുലത്തിൽ ജനിച്ചവൻ ക്വാളിറ്റിയുള്ള ഒരാൾ, മാതൃകയുള്ള ഒരാൾ യേശു മാത്രമാണ്. അതുകൊണ്ട് ഞാൻ യേശുവിൻ്റെ ശിഷ്യനായെന്ന് പറഞ്ഞു. അതല്ലേ ശരി? അത് ഇസ്ലാമായിരുന്നാലും ശരി, ക്രിസ്തു മതമായിരുന്നാലും ശരി, ബേസിക്കലി ഒരു ദൈവത്തിൻ്റെ ക്വാളിറ്റി ഉള്ളവരെ വേണ്ട ദൈവം എന്ന് പറയാൻ ഈ ബോധം നിങ്ങൾക്ക് വേണ്ടേ? ഇത് പറയുന്നതിൻ്റെ തലയെടുത്താൽ നോക്കുമോ? ഒരു തലയെടുത്താൽ 10 തല ഉണ്ടാകും. അതാണ് ഈ മാർഗം. ലോകം കണ്ടുള്ളത് ഏറ്റവും വലിയ സാമ്രാജ്യമാണ് റോമ. എവിടെ പോയി? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവ് നീറോ ചക്രവർത്തി സ്വന്തം കടാരം കൊണ്ട് കുത്തി കൊല്ലുക ചെയ്തത്. എത്രയോ ക്രിസ്ത്യാനികൾ, വിശ്വാസികളെ കൊന്നൊടുക്കിയവനാണ്. അതുകൊണ്ട് അത് വെച്ചുകൊണ്ട് ആരെയും വിരട്ടാൻ പോകരുത്. ഇന്ന് സ്വാധീനമുണ്ടതുകൊണ്ട് മറ്റുള്ളവരെ ഒതുക്കിക്കളയാമെന്ന് വിചാരിച്ചാൽ ലോക ചരിത്രത്തിൽ അതിന് യാതൊരു വിലയുമില്ല. അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് തോന്നാം, ഈ ക്രിസ്തുമതം എങ്ങനെ ഇത്രയും വഷളായിപ്പോയി? എന്താണ് ഇതിൻ്റെ പിന്നിലെ? ദൈവം പറഞ്ഞു അന്യ ആരാധന ഉണ്ടാകരുത്, വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത് ദൈവം പറഞ്ഞിരുന്നു. അപ്പോൾ സാത്താൻ എന്ത് ചെയ്തു? ഈ പറഞ്ഞ പോലെ ബലഹീനമായ സമയങ്ങൾ നോക്കി അകത്ത് കയറും. അല്ലെങ്കിൽ ആത്മീയരല്ലാത്ത നേതാക്കന്മാർ ഏത് സഭയുടെ മേളിൽ വരുന്നു അവിടെ സാത്താൻ കയറി പ്രവർത്തിക്കും. ഞാൻ 1984 മദ്രാസിലിരിക്കുമ്പോൾ ദി പെന്തക്കോസ്ത് മിഷൻ്റെ തലപ്പത്തേക്ക് ഒരാൾ പെട്ടെന്ന് സ്വയം കയറി വന്നു. പേര് ഞാൻ പറയുന്നില്ല. ഞാനൊന്നും അവിടെ ഉണ്ട്. അപ്പോൾ അതിനു മേളിൽ 2 പേരുണ്ട്. ആ 2 പേരെ കവിഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ അധികാരവും സ്ഥാനവും എടുത്തുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ വളരെ പ്രയാസമായി പോയി. പാസ്റ്റർ വെസ്ലി, പാസ്റ്റർ എം.ടി. തോമസ്, പാസ്റ്റർ കെ.ജി. ജോർജ്, ഞങ്ങൾ 4 കേരളക്കാരവിടെ. ഞങ്ങൾ അടിക്കടി പറയും, ദൈവമേ ഇതെങ്ങനെ? അപ്പോൾ പാസ്റ്റർ എ.സി. തോമാച്ചായൻ പറഞ്ഞൊരു കാര്യം പാസ്റ്റർ എം.ടി. പറഞ്ഞു, അല്ല പാസ്റ്റർ ബോബി പറഞ്ഞു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പാസ്റ്റർ ഏണസ്റ്റ് ഉണ്ട്, ഫ്രാൻസിൽ അന്ന് വർക്ക് ചെയ്ത പാസ്റ്റർ ഏണസ്റ്റ് ഉണ്ട്, അദ്ദേഹം ഒന്ന് യഥാസ്ഥാനപ്പെടുമെന്ന് അന്നേ ദീർഘവിഷയത്തോടെ പറഞ്ഞിരുന്നു. 84 അവസാനത്തെ സി പ്രസിഡന്റ് മൂത്ത് പാസ്റ്റർ ഏണസ്റ്റ് ഫ്രാൻസിൽ നിന്ന് വന്നു, സഭയുടെ ചാർജ് ഏറ്റെടുത്തു. ഈ പറഞ്ഞ സ്വയബലത്തിലും സ്വന്തം ശക്തിയിലും സ്വന്തം ജ്ഞാനത്തിലും ഊന്നിയ പാസ്റ്റർമാരുടെ ശുശ്രൂഷയുടെ ഒരു നിര തന്നെ ഒരു ന്യായവിധി പോലെ ചത്തെന്ന് വേണം പറയാൻ. പാസ്റ്റർമാരുടെ തന്നെ അതിനോട് ചേർന്ന് സഹകരിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ വർഷത്വത്തിൽ പോയ വിശ്വാസികളെയാണ് ദൈവം തമ്പുരാൻ പുറത്തിറക്കാൻ ഒരു മുഖാന്തരം കൊണ്ട് ഒരുക്കി കൊടുത്തു. അതുകൊണ്ട് എല്ലാവരും ക്ലിയർ ആകുന്നില്ല. ഓരോ കാലഘട്ടത്തിലും ആ ശുദ്ധീകരണം ഉണ്ടാകും. അതുകൊണ്ട് സാത്താന്യ തന്ത്രങ്ങളെ നിങ്ങൾ ശരിക്കറിയണം. ഈ 1-ാം നൂറ്റാണ്ടിൽ AD 30-33 ആരംഭിച്ച ദൈവത്തിൻ്റെ സഭ യെരുശലേമിലാണ് ആദ്യമായിട്ട് സഭ ഉണ്ടാകുന്നത്. നമുക്കറിയാം യെരുശലേമിൽ ഇത് വാങ്ങിപ്പോകാതെ
എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തിനായി കാത്തിരിക്കാൻ പറഞ്ഞ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ കൂടിയിരുന്നവരുടെ മേൽ 120 മേൽ പരിശുദ്ധാത്മാവ് പകർന്നു. അതിൽ 12 അപ്പോസ്തലന്മാരും 108 വിശ്വാസികളുമാണ് കാത്തിരുന്നത്. 100 ശിഷ്യന്മാർ, 2 ശിഷ്യന്മാരാണ്. ഒന്ന് അപ്പോസ്തലന്മാരും മറ്റ് ശിഷ്യന്മാരും. അന്നത്തെ കാലത്ത് വിശ്വാസികളെ ശിഷ്യന്മാരെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ 120 ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് പകർന്നപ്പോൾ അവിടെയാണ് സഭ ഭൂമിയിൽ ഉരുവായത്. അപ്പോൾ സഭയെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ വേണം. അതാണ് എഫേസ്യ ലേഖനത്തിൽ പറയുമ്പോൾ ആത്മാവിനാൽ അവരെ ഒന്നിച്ചു പണിയുന്നു. ഇപ്പം നമുക്കറിയാം, നമ്മൾ പരിശുദ്ധാത്മാവ്, ഞാൻ തന്നെ പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ച് ചില വർഷങ്ങൾ സ്വർഗചിന്തയോടുകൂടി മാത്രം പോയെങ്കിലും പിന്നീട് ചില കാലങ്ങൾ പോകുമ്പോൾ വീണ്ടും പഴയ പല സ്വഭാവങ്ങളും, കോപത്തിൻ്റെ ആത്മാവും മാനുഷിക സ്നേഹവും ജഡീയ സ്നേഹവും എല്ലാം ഇങ്ങനെ പിശാച് വീണ്ടും വീണ്ടും. അപ്പോൾ നമ്മളിൽ ആത്മീയവശം കുറയുന്ന സമയത്ത് അത് നോക്കി ഇങ്ങനെ ഇത് വീണ്ടും എഴുന്നേറ്റ് വരും. അപ്പോൾ ഇതുതന്നെയാണ് ആദിമസഭയ്ക്ക് സംഭവിച്ചത്. ആദിമസഭയിൽ ഉപദ്രവങ്ങൾ ഉണ്ടായിരുന്ന കാലത്തിൽ ദൈവത്തെ വിളിച്ച് ജീവിച്ച് വേറെ പ്രത്യേകിച്ച് ആരും നടത്താനില്ല, പരിശുദ്ധാത്മാവരെ നടത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ 3-ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി, നോക്കണം, ചക്രവർത്തി തന്നെ മാനസാന്തരപ്പെടാതെ മതം മാറി വിശ്വാസിയായി. കാരണം ഒരു വിശ്വാസമാണ്. തൻ്റെ അമ്മ വിശ്വാസിയായിരുന്നു. അതിനുശേഷം താൻ യുദ്ധത്തിൽ എതിരാളിയെ ജയിച്ചാൽ ഞാൻ ക്രിസ്ത്യാനി ആയേക്കാം, ചില നേർച്ച നേരുന്ന പോലെ. അപ്പോൾ താൻ ആകാശത്തേക്ക് ഒരു ദിവസം നോക്കിയപ്പോൾ കുരിശ് പോലെ 2 മേഘങ്ങളെ കണ്ടു. അപ്പോൾ താൻ തൻ്റെ സർവ്വ വെപ്പേൺസിലും ആയുധങ്ങളിലും കുരിശ് വരച്ച് യുദ്ധം ചെയ്താലും യുദ്ധം ജയിച്ചു, ക്രിസ്ത്യാനികളെ സ്വതന്ത്രരാക്കി. നോക്കണം, അങ്ങനെ രാജാവ് മാനസാന്തരപ്പെട്ടു വന്നപ്പോൾ, മാനസാന്തരപ്പെടാതെ ക്രിസ്തുമതത്തിൽ കയറിയപ്പോൾ തനിക്ക് തോന്നി ഇത് രാജനീയ മതമാക്കി മാറ്റണം, തൻ്റെ സ്റ്റാൻഡേർഡിൽ ഇതിനാക്കണം. അങ്ങനല്ലേ നമ്മൾ വീട് പണിതാൽ നമ്മുടെ സ്റ്റാൻഡേർഡിന് ഏറ്റവും കൂടും. ഇവർ കൺവെൻഷൻ വെച്ചാലും പ്രതാപം കാണിക്കാൻ വേണ്ടി കൺവെൻഷൻ വയ്ക്കും. പാസ്റ്ററുടെ പ്രതാപം, മദറിൻ്റെ പ്രതാപം, വിശ്വാസിയുടെ പ്രതാപം. ഞാൻ 1-2 എക്സാമ്പിൾ പറഞ്ഞില്ലേ, പാലായിലെ ക്യാമ്പ് നടത്തിയതും അങ്ങനെ പലയിടത്തും. അങ്ങനെ പ്രതാപം കാണിക്കുന്നിടത്ത് പിശാച് കയറും. അവിടെയാണ് സൂക്ഷിക്കേണ്ടത്. താഴ്മയും എളിമത്വവും നഷ്ടപ്പെടുത്തിയാൽ സാത്താൻ കയറും, വീടുകളിൽ കയറും, നിങ്ങളുടെ സന്ധികളിൽ മേലും കയറും. അതുകൊണ്ടാണ് ഞാൻ സൗമ്യതയും താഴ്മയും. അപ്പം ആ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് പകരം ഈ 3-ാം നൂറ്റാണ്ടിന് ശേഷം സഭ എന്ത് ചെയ്തു? ഈ പറഞ്ഞ പോലെ ആത്മീയ വശമെല്ലാം കുറഞ്ഞു. കാരണം ഉപദ്രവം കുറഞ്ഞു, സാമ്പത്തികമായി വളരെ സൗകര്യങ്ങളായി. അവർ ദൈവത്തിൻ്റെ പേരിന് മാത്രം പലരും ദൈവത്തെ വിളിക്കാൻ തുടങ്ങി. ആ സമയത്ത് രാജാവ് എന്ത് ചെയ്തു? ഇതിനെ രാജമതമാക്കി പ്രഖ്യാപിച്ചു. അപ്പോൾ അവിടുത്തെ ചക്രവർത്തിയുടെ ഒരു നിയന്ത്രണം സഭയ്ക്ക് കൂടുതലായിട്ട് വന്നു. ചക്രവർത്തിയുടെ നിയന്ത്രണം. ചില സഭകളിൽ ഒരുപാട് സമ്പന്ന കാശുകൾക്ക് ഇഷ്ടം പോലെ വാരി ചിലവാക്കുകയും വലിയ അധികാര സ്ഥാനമുള്ള ചില വിശ്വാസികൾ ചില സമയത്ത് സഭയുടെ മുൻപന്തിയിൽ വരും. വെളിപ്പാടില്ലാത്ത വേലക്കാർ അവരെ അനുസരിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടങ്ങൾ നിർവർത്തിച്ചു. അവസാനം അവനും ന്യായവിധി വരും, ഇവർക്കും ന്യായവിധി വരും. ഈ പറഞ്ഞ പോലെ ചക്രവർത്തിയുടെ താല്പര്യത്തൊത്തവണ്ണം സഭാ ശുശ്രൂഷകന്മാർ പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് സഭയ്ക്കുണ്ടായ പരീക്ഷ, ഈ മാതാവെന്ന് പറയുന്ന നമ്മുടെ വിശുദ്ധ സഹോദരിയെ ഇവർ ആയുധമാക്കി മാറ്റിക്കൊണ്ട് ചെയ്തതിൻ്റെ 1-ാമത്തെ ഘട്ടമാണ് AD 431 എഫെസോസ് എന്ന് പറയുന്ന സഭയിൽ ഒരു സൂനകദോസ് ഉണ്ടായി. വലിയ സൂനകദോസ് ഒരു മീറ്റിംഗ് ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു ചർച്ച ഉണ്ടാക്കി. അവിടെ വെച്ചാണ് ഈ മറിയ ദൈവമാതാവാണെന്ന് പ്രഖ്യാപിക്കാൻ കാരണം. നോക്കണം, അതിനുമുമ്പ് വരെ മറിയയ്ക്ക് സഭയിൽ സാധാരണ വിശ്വാസി, നല്ലൊരു വിശ്വാസി, ഒരു വിശുദ്ധയായ വിശ്വാസിയായി സ്വർഗത്തിൽ പോയെന്നുള്ളതല്ലാതെ അതിന് മേളിൽ. എങ്ങനെയാണിത് വന്നത്? ഈ രാജാവ് മാനസാന്തരപ്പെടാൻ വന്നപ്പോൾ പേഗൻ സംസ്കാരം, ആ കാലത്തിലെ അന്യജാതികളിടയിൽ ഒരമ്മയും കുഞ്ഞും ഉണ്ടായിരുന്നു. അതാണ് സെറാമീസ് ദേവി. കാണാമല്ലോ, ഹിന്ദു ആരാധന സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വിഗ്രഹത്തെ കാണാമല്ലോ. അപ്പോൾ ആ കാലങ്ങളിൽ ബാബിലോണിയ ദേവി, സെറാമീസ് ദേവി എന്ന് പറയുന്ന ആ ദേവിക്കൊരു കുഞ്ഞ് ജനിച്ചു. എങ്ങനെയാണ്? അവളുടെ ഭർത്താവ് നിമ്രോദ് മഹാവീരനായ പെട്ടെന്ന് മരിച്ചുപോയി, കൊന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ജനത്തിൻ്റെ ഇടയിൽ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ഒരു ന്യൂസ് ഇറക്കി. എന്താണ്? ഇദ്ദേഹത്തെ ദൈവം വിളിച്ചു പകരം വീണ്ടും എന്നിൽ, അതായത് ഈ ഭാര്യയായ സ്ത്രീയിൽ ഇവൻ ജനിക്കും. അവൻ്റെ പേരാ ഓസിമോസ്, എൻ്റെ പേരാണ്. അങ്ങനെ ജനിച്ചവനെ അമ്മയും കുഞ്ഞുമായിട്ട് ഇവർ വാഴ്ത്താൻ തുടങ്ങി. ഈ സ്ത്രീ ഒരു പ്രത്യേക ശക്തിക്ക് അടിമയായിരുന്നു. അപ്പോൾ അവളെ കാണുമ്പോൾ എല്ലാവർക്കും മാതാവായി മാറി. നോക്കണം,
ആ കുഞ്ഞ് ദൈവത്താൽ അവതരിച്ചാന്ന് പറഞ്ഞുകൊണ്ട് കള്ളപ്രചരണം നടത്തി. അങ്ങനെ അമ്മയും കുഞ്ഞിൻ്റെ ആരാധന മെഡോണ എന്ന് പറഞ്ഞ ബാബിലോണിയ ദേവിയിൽ നിന്ന് മാനസാന്തരപ്പെടാവുന്ന ചക്രവർത്തിയുടെയും അന്നത്തെ ബിഷപ്പിൻ്റെയും മനസ്സിൽ തോന്നിയ ആ വികൃതി അല്ലെങ്കിൽ സാത്താന്യ തന്ത്രമാണ് ഈ മറിയത്തെ അല്ലെങ്കിൽ നമ്മുടെ വിശുദ്ധ സഹോദരിയെ വേറൊരു പതിപ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അവിടെ മാതാവ് ദൈവമാതാവാണെന്ന് പ്രഖ്യാപിച്ചു. പോപ്പ് പ്രഖ്യാപിച്ചു. അന്നത്തെ ആ സുനകദോസിൽ അല്ലെങ്കിൽ അതിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ചക്രവർത്തിയുടെ താല്പര്യത്തിനൊത്തവണ്ണം പ്രഖ്യാപിച്ചു. അതുപോലെ ആംഗ്ലിക്കൻ സഭയിലും ഞാൻ പറഞ്ഞില്ല, ഹെൻറി എട്ടാമൻ്റെ വീണ്ടും 2-3 വിവാഹം കഴിക്കാൻ വേണ്ടി അന്ന് വത്തിക്കാൻ അനുവദിക്കാതെ വന്നപ്പോൾ, റോം അനുവദിക്കാതെ വന്നപ്പോൾ അവിടെ ഇരുന്ന ബിഷപ്പിനെ എടുത്ത് എന്ത് ചെയ്തു? വാടിച്ചു, അവിടുത്തെ പോപ്പാക്കി മാറ്റി, തന്നിൽ നിന്ന് അനുവാദം വാങ്ങിച്ചു. എലിസബത്ത് രാജ്ഞിയുടെ മുത്തപ്പൻ അങ്ങ് പോയാൽ ഈ പറഞ്ഞ പോലെ ജെയിംസ് ഹെൻറി എട്ടാമൻ 5-6 വിവാഹം കഴിച്ചു. ഇങ്ങനെയാണ് ആംഗ്ലിക്കൻ സഭയുടെ ബേസിക്ക് ഈ പറഞ്ഞ സഭയും. അങ്ങനെ 431 ഈ പറഞ്ഞ ദൈവമാതാവെന്ന് പ്രഖ്യാപനം. അങ്ങനെ ആരെന്തോ പറയാനാ? അന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയ ഉണ്ടോ? ആരെങ്കിലും അറിയുമോ? പിന്നെ അത് പറയുമ്പോൾ ഒരു കൂട്ടം എന്ത് ചെയ്തു? അവിടെ പ്രശ്നമുണ്ടായി കേട്ടോ. അങ്ങനെ ആ മാതാവിനെ പ്രഖ്യാപിച്ചപ്പോൾ അവിടെ എന്ത് ചെയ്തു? 2 ഗ്രൂപ്പായി. അവരെതിർത്തു. ആരാ? ഒരു പാത്രിയാർക്കീസ് എതിർത്തു. എവിടുത്തെ? ഗ്രീക്ക് അല്ലെങ്കിൽ ഗ്രീക്കിലുണ്ടായിരുന്ന ബസന്റിയൻ സഭയുടെ ഇൻചാർജ് ആയിരുന്ന പാത്രിയാർക്കീസ് പറഞ്ഞു, ഇല്ല, ദൈവമാതാവെന്ന് പ്രഖ്യാപിക്കാൻ അവസാനം ക്രിസ്തുവിൻ്റെ മാതാവെന്ന് വേണേൽ പറയാം. അങ്ങനെയാണ് ക്രിസ്റ്റോടോക്കോസ് എന്നുള്ളൊരു പേര് വന്നത്. ഒന്ന് ക്രിസ്റ്റോടോക്കോ, ഒന്ന് തിയോ ടോക്കോസ് പറഞ്ഞൊരു സംഘം 2ആയി തിരിഞ്ഞു. ഒരു കൂട്ടർ പറഞ്ഞു, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ മാതാവെന്ന് അംഗീകരിക്കാം. ആരാ? ബസന്റൈൻ ഗ്രീക്കിലെ പാത്രിയാർക്കീസ് പറഞ്ഞു, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ മാതാവെന്ന് അംഗീകരിക്കും, പക്ഷേ ദൈവമാതാവെന്ന് അംഗീകരിക്കാൻ കഴിയില്ല. എന്നാൽ അലക്സാണ്ട്രിയയിലെ ഈജിപ്തിലെ പാത്രിയാർക്കീസ് മെത്രാൻ പറഞ്ഞു, ബിഷപ്പ് പറഞ്ഞു, ഇല്ല, ദൈവമാതാവായി ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. അങ്ങനെ സഭ 2ആയി. അവിടെ വെച്ചാണ് ക്രിസ്തീയ സഭയുടെ ആദ്യത്തെ പിളർപ്പുണ്ടാകാൻ കാരണം. പിന്നീട് ഇങ്ങനെ പോവുകയല്ലേ. നമുക്കറിയാമല്ലോ, പെന്തിക്കോ സഭ 100 വർഷമായിട്ട് ആകാത്ത പോലും എത്രയോ അനാത്മീയർ ഇതിനകത്ത് കയറുന്നു. നോക്കണം, എത്രയോ അനാത്മീയത നമ്മുടെ ജീവിതത്തിലേക്ക് കയറുന്നു. അപ്പോൾ പിന്നെ 400 വർഷമായ സഭയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ലക്കും കാര്യമില്ല. അന്ന് ബൈബിളുണ്ടോ? സുവിശേഷമുണ്ടോ? ഇതുപോലുള്ള മീഡിയാസ് ഒന്നുമില്ല. അപ്പോൾ ആരെങ്കിലും പറയുന്നത് കേട്ട് കുറേ പേരൊക്കെ വിശ്വസിച്ച് കുറേ പേർക്ക് അറിയാവുന്നവർ അതിനെ എതിർത്ത് അങ്ങനെ 2 ഗ്രൂപ്പായി. പിന്നീടാണ് 553 കോൺസ്റ്റന്റൈൻ നേപ്പാളിൽ വെച്ച് അടുത്ത സൂനകദോസിൽ നോക്കണം. അപ്പോൾ ഈ വീട് പോയ പിശാച് സഭയ്ക്കകത്ത് മറിയെ വാഴ്ത്തുന്നതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ്റെ നീക്കം പിന്നെ തുടങ്ങിക്കൊണ്ടിരിക്കുക. കാരണം യേശുക്രിസ്തുവിൻ്റെ ആരാധന, ദൈവത്തിൻ്റെ ആരാധന അന്യ ആരാധനയിലേക്ക് വിടുക എന്നുള്ള സാത്താൻ്റെ വലിയ തന്ത്രങ്ങളാണ് അവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ AD 553 കോൺസ്റ്റന്റൈൻ നേപ്പാൾ സ്ഥലത്ത് അല്ലെങ്കിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്തിൽ വീണ്ടും സുനകദോസ് കൂടി മാതാവിന് നിത്യകന്യക വിർജിൻ മേരി എന്ന് കണ്ടിട്ടില്ലേ? വിർജിൻ മേരി എന്ന് പറഞ്ഞ കോൺവെൻ്റ് ഉണ്ട്, വിർജിൻ മേരി എന്ന് പറഞ്ഞ പ്രസ്ഥാനങ്ങളുണ്ട്. അങ്ങനെ വിർജിൻ മേരി യേശു ക്രിസ്തുവിനെ ജനിച്ചത് പോട്ടെ, വിർജിൻ എന്ന് പറയാം. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷം വായിച്ച് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 25-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? അപ്പോൾ അന്ന് ബൈബിളൊന്നും വായിക്കത്തില്ല, വായിക്കാൻ സമ്മതിക്കത്തുമില്ല. ഈ പറയുന്ന ചില പോപ്പുമാരൊക്കെ കയറി വരുമ്പോൾ ചില രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ അവരുടെ തോന്നിവാസത്തിന് അവരുടെ ഇഷ്ടത്തിനത്തോളം പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലാത്തവരെ ഉപദ്രവിക്കുകയും ചെയ്യും. നമ്മുടെ ഇടയിൽ ചില അധികാരികൾ ചിലപ്പോൾ വരുമല്ലോ, ചുരുക്കം. പിന്നെ അവരുടെ തന്നിഷ്ടത്തിന് വേണ്ടി അവർ ദൈവം പറഞ്ഞ് റൂള് പറഞ്ഞ് അഹങ്കാരം പറഞ്ഞ് അവസാനം അടിയും വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യുക ദൈവത്തിൻ്റെ. അപ്പോൾ എല്ലാ കാലത്തും ഈ പിശാച് ചില മനുഷ്യൻ കയറിയാലും സെൻട്രൽ പാർട്ടി കയറിയാലും ചെറിയാക്കുഞ്ഞ് കയറിയാലും ലോക്കൽ കയറിയാലും അവരുടനെ പ്ലാൻ മാറും. പിന്നെ ഒരു യുദ്ധം ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ സഭകളിൽ സെൻട്രൽ ഫെയ്ത്തോമിൽ ലോക്കലിലൊക്കെ ചില യുദ്ധം ഉണ്ടാകും. അതിലപ്പോൾ മദറിനകത്തൊരു സ്പിരിറ്റ് കയറും, പാർഷൊരു പാർഷ ബ്രദറിനൊന്നാണെങ്കിൽ അവിടെ യുദ്ധം നടക്കുന്ന കാര്യം വിചാരിച്ചോണം. സ്പിരിറ്റ് ഒന്നല്ല, അവിടെ വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടമല്ല. സാത്താൻ ഇങ്ങനെ ബലഹീനമായ ആളുകൾ കൂടെ കയറും. അപ്പച്ചൻ അമ്മച്ചി ഇതൊക്കെ ഒരു പിശാചാണ്. ഇന്ന് ആ മാതാവിൻ്റെ ആത്മാവ് കയറുമ്പോഴാണ് എനിക്ക് അമ്മച്ചിയായിട്ടിരിക്കണം, എല്ലാവരും എന്നെ അമ്മച്ചിയായിട്ട് വിളിക്കണം, അല്ലെ അപ്പച്ചനായിട്ട് വിളിക്കണം. മനസ്സിലാകുന്നു? എന്ത് കുന്തോങ്കിലും വിളിച്ചോട്ടെ, എനിക്കാണത് കേൾക്കുന്നത് ഇഷ്ടമല്ല. പക്ഷേ ഇപ്പോൾ ഞാൻ വിട്ടുകളഞ്ഞു. ഏതായാലും അവസാന കാലത്തിൽ എന്ത് കുന്തോങ്കിലും വിളിച്ചോട്ടെ. മറ്റത് ഞാനെല്ലാത്തിനും ഇപ്പോൾ ശാസിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും വിളിച്ച് അവസാനിപ്പിച്ചോട്ടെ. ചിലർക്ക് അമ്മച്ചി എന്ന് കേട്ടാൽ ഒരു സുഖമാണ്, കാരണം അമ്മച്ചിയാണ് ഒത്തില്ല. അപ്പോൾ ഈ പിശാചാ മാതാവിൻ്റെ മറ്റേ പിശാച് കയറുമ്പോഴാണ് എനിക്ക് എല്ലാവരെയും കളിച്ച് അമ്മയായിട്ടിരിക്കണം, അതിനെ പിള്ളാരെന്ന് വിളിക്കുന്നത്.
അതിനാണ് മക്കളെ എന്ന് വിളിക്കുന്നത്. വല്ലപ്പോഴും തമാശനോ അല്ലെങ്കിൽ കാര്യം സാധിക്കാൻ വേണ്ടി വിളിക്കുക. എടാ മക്കളെ എന്ന് വിളിച്ചാൽ ചിലപ്പം ആരോ ഓടി വരും. എടാ എന്ന് വെച്ചാൽ പാഷ പോയി പണി നോക്കാൻ പറഞ്ഞ് അവൻ പോയത് ചെയ്യും. അപ്പോൾ പിന്നെ മക്കളെടാ എന്നടാ ചോക്ലേറ്റ് കഴിക്കടാന്ന് പറഞ്ഞ് ചിലപ്പോൾ പറയാം, അത്രയേ ഉള്ളൂ. പക്ഷേ അതൊക്കെ ഒരു തട്ടിപ്പാണ്, മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഓർത്തോണം, ഈ പിശാചിനൊന്നും അകത്ത് കയറ്റിയേക്കുന്നത്. എല്ലാവരും സഹോദരി സഹോദരന്മാരാണ്. നമ്മളെല്ലാം സഹോദരി സഹോദരൻ. അവിടെ വലിയ ആളുകളായിട്ട് പോകുമ്പോൾ വിചാരിച്ചോണ്ട് ഈ പിശാച് കയറുന്നതുകൊണ്ടാണെന്ന് വിചാരിച്ചോളൂ. അതുകൊണ്ട് ഞാൻ ഇതിനെ എതിർക്കുന്നില്ല, എനിക്ക് ആരോട് പിഴക്കമുണ്ടായിട്ടല്ല. ഞാൻ പാരമ്പര്യമായി വലിയ കത്തോലിക്ക സഭയിൽ നിന്ന് വന്നുകൊണ്ട് ഇത് രണ്ടും എനിക്കറിയാം. അവിടുത്തെ പാരമ്പര്യോട് ഞാൻ അനുവദിക്കുമോ? ജീവനുള്ള കാലത്തോളം അനുവദിക്കത്തില്ലല്ലോ. ഏത് പുണ്യാളം വന്നാലും ശരി ഞാൻ അനുവദിക്കത്തില്ല. ഈ ഗീവറിയസ് പുണ്യാളം കുതിരപ്പുറത്ത് വന്നാലും പോടാ അതിൻ്റെ പാട്ടെന്ന് പറയും ഈ കാര്യത്തിൽ, മനസ്സിലാവുന്നു. ഞാൻ ആ പുണ്യാളനല്ല, നമ്മുടെ ഇടയിലുണ്ടല്ലോ ചില പുണ്യാളന്മാർ. അതുകൊണ്ട് ഈ അഭ്യാസമൊന്നും ഇവിടെ നടക്കത്തില്ല. അറിഞ്ഞ സത്യത്തിന് വേണ്ടി അവസാനം മരിക്കാൻ തന്നെ നിൽക്കുക. അന്ന് മുതൽ രക്തസാക്ഷിയാകാൻ തീരുമാനിച്ചെന്നുകൊണ്ടാണ് ഈ ധൈര്യവും സന്തോഷവും, മനസ്സിലായോ? അതുകൊണ്ട് ആവശ്യമില്ലാത്ത പണികളൊന്നും വിശ്വാസമായിട്ട് ഇടക്കരുത്. അവനും വേറെ സ്വർഗത്തിൽ പോകാൻ നോക്കുകയാണ്. അപ്പച്ചനാകുക. തിരുവല്ല സെൻറ്ററിൽ ഒരിക്കൽ മമ്മിയും കുഞ്ഞുവാവയും, കേട്ടോ, മമ്മിയും കുഞ്ഞുവാവയും നോക്കണം, ഈ സ്പിരിറ്റ് നോക്കണം. ഉടനെ ആ കന്യാമറത്തിൽ അമ്മ കയറി വരികയാണ്. അത് പിന്നെ വേറെ രീതിയിൽ ഉടച്ചു നോക്കണം. ഓരോ പിശാച് ഇങ്ങനെ അത് അറിയത്തില്ല. ഇവർ വിചാരിക്കുന്നതുകൊണ്ട് വലിയ നേട്ടമെന്നാണ്. പിള്ളേരെ കുഞ്ഞുങ്ങളെന്നൊക്കെ വിളിച്ചാൽ മറ്റേ പിശാചായോടെ ഞങ്ങളിതിനെ സമ്മതിക്കാത്ത. ഇനിയും കൂടെ ഓർത്തോണം കേട്ടോ. അതുകൊണ്ട് കഴിയുന്നുള്ള ഈ അപ്പച്ചാ വിളിയൊക്കെ അവസാനിപ്പിക്കും. പിന്നെ നിങ്ങൾക്ക് ചീത്ത വിളിക്കാനാണ് വിളിച്ചു, ചീത്ത കുറേ നാൾ കഴിയുമ്പോൾ ഏതെങ്കിലും വിളിച്ച് പരിചയം വരുമ്പം അങ്ങനെ അപ്പച്ചാന്ന് ചീത്ത വിളിക്കാനാണെങ്കിൽ വിളിച്ചു കേട്ടോ, അല്ലെ ബ്രദറേന്ന് വിളിച്ചു. നിങ്ങൾക്ക് ദേഷ്യം വന്ന് ചീത്ത വിളിക്കാനാണെങ്കിൽ അപ്പച്ചോ എന്ന് വിളിച്ചു, അല്ലെങ്കിൽ ഇത് വിളിക്കണം, ബ്രദറേന്ന് വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇനി അപ്പച്ചാന്ന് വിളിച്ചാൽ ഞാനെന്ത് വിളിക്കും? അമ്മാരെന്നെ ചീത്ത വിളിക്കുക, കർത്താവേ ക്ഷമിക്കണമെന്ന് പറയാം കേട്ടോ. സ്തോത്രം. അപ്പോൾ ഇവിടെ 533 വിർജിൻ മേരിയായിട്ട് ഒരുത്തം പ്രഖ്യാപിച്ചു. ഒരു പോപ്പ് വന്നു വെച്ചും, ഈ പോപ്പുമാരെന്ന് പറഞ്ഞാൽ യൂറോപ്പിലാണ്. ഇവിടെ കേരളത്തിലെ കുറേ കൂടെയൊക്കെ വിശ്വാസവും പാരമ്പര്യമൊക്കെ ഉണ്ട്. അത് കേരളക്കാർ ഈ എല്ലാ പോപ്പുമാരും ഒന്നും വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരവിടെ നിന്ന് ഇറക്കുന്നതെല്ലാം ശരിയാണ്. നീ ബൈബിൾ വായിക്കണ, എടാ ബൈബിൾ വായിച്ചിട്ട് യേശു ക്രിസ്തു പറഞ്ഞ് അന്വേഷിക്കും. ഇതിൻ്റെയൊക്കെ പുറകെ പോകേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ഇടയിലും ഏത് അപ്പച്ചൻ പറഞ്ഞാലും ബൈബിൾ ഇല്ലെങ്കിൽ അംഗീകരിക്കാൻ പോകണ്ട. നല്ല കാര്യമാണ്, സ്വീകരിക്കാം. ഇല്ലെങ്കിൽ പറഞ്ഞേക്കണം, പോയി പണി നോക്കാൻ പറഞ്ഞ് മനസ്സിൽ പറഞ്ഞുകൊണ്ട്, ഇല്ലെങ്കിൽ നാളെ സഭയിൽ നിന്ന് പുറത്താക്കും. കാരണം അവർക്ക് ചില അധികാരങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പറയാൻ പോകണ്ട, പോയി പണി നോക്കാൻ പറയണം. ഒരു കുഴപ്പമില്ല. അതൊന്നും ദൈവത്തിന് പ്രസാദമാണ്. ഞാൻ കുറേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്കൊരു ദോഷം വന്നിട്ടില്ല. ആവശ്യമില്ലാത്ത അഭ്യാസം കൊണ്ടുവന്നാൽ ഏത് പാഷന്മാരാലും ഞാൻ അംഗീകരിക്കത്തില്ല, മനസ്സിലാവുന്നു? അംഗീകരിച്ച അവർ ഒത്തിരി ഇന്ന് ഇവിടെ പോയി അവസാനിച്ചേനെ ഇതൊക്കെ. പിന്നെ എന്തിനാ ഇറങ്ങി വന്നേ? നിങ്ങൾ ഇതിനകത്ത് ജനിച്ച് വളർന്നുകൊണ്ട് നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ ഇത് ജനിച്ച് വളർന്നുകൊണ്ട് ഇതിൽ ഗുണമേതാ ദോഷം? ഞങ്ങൾ പാരമ്പര്യ സഭകളെ ഉപേക്ഷിച്ച് വിട്ടു വന്നുകൊണ്ടാണ് ഇതിൻ്റെ വിഷയം അറിയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പിശാചിനെ ഇവിടെ അനുവദിക്കാതിരിക്കുന്നത്, മനസ്സിലായോ? ക്യാൻ യു അണ്ടർസ്റ്റാൻഡ്? യെസ്, മനസ്സിലായെന്നാ കേട്ടോ. അതുകൊണ്ട് മേലാൽ ഈ പിശാചിനൊന്നും ഇതിനകത്ത് കയറ്റിയേക്കരുത്. സ്തോത്രം. അപ്പോൾ അന്നാണ് വിർജിൻ മേരി. ഇനി വായിച്ച വാക്യം മത്തായിയുടെ സുവിശേഷം 1:25 ആ വിർജിനിറ്റി മാറി. യേശു ക്രിസ്തുവിനെ പ്രസവിച്ചതോടുകൂടി മറിയയുടെ വിർജിനിറ്റി അതിനുശേഷം മാറി. അങ്ങനെ വാക്യം പറയുന്നത്. നമുക്ക് വാക്യമല്ലേ പറയാനൊക്കത്തുള്ളൂ. വായിച്ചേ മത്തായിയുടെ സുവിശേഷം 1:25. ആരെങ്കിലും വായിരേ? കാരണം ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും അത്ര സന്തോഷം വരത്തില്ല, ഉണർവൊക്കെ പോകും. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ വായിച്ചു കേട്ടോ. വായിരേ വായിരേ. മലയാളം ഒന്നോടെ വായിരേ. വായിരേ. മകനെ പ്രസവിക്കും വരെ, അല്ലെങ്കിൽ ആദ്യജാതനെ പ്രസവിക്കും വരെയും. അപ്പോൾ അതിനുശേഷം പരിഹരിച്ചതല്ലേ? അതിനുശേഷം ഈ മറിയെ യോസേപ്പ് പരിഹരിക്കുകയും പിന്നീട് സുവിശേഷങ്ങളിൽ തന്നെ കാണുന്നുണ്ട് യോസെ, യാക്കോബ്, യൂദ എന്നിവരുടെ സഹോദരനായ യേശു. ഇനി ക്രൂശിക്കൽ നിൽക്കുമ്പം യൂദ, യോസ എന്നിവരുടെ അമ്മയായി മറിയൊന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാ ഇവർ ഈ ആവശ്യമില്ലാത്ത പണി കാണിക്കാൻ പോയി? അപ്പോൾ സാത്താൻ തന്ത്രപരമായിട്ട് കയറി ഇതിങ്ങനെ പ്രഖ്യാപിച്ച് മാതാവിൻ്റെ വേർഷിപ്പ് ഉണ്ടാക്കിയെടുത്തു. അത് 553 വിർജിൻ മേരി. അപ്പോൾ മറിയ യേശുവിനെ പ്രസവിച്ചതിന് ശേഷം പിന്നീട് ജോസഫ് പരിഗ്രഹിക്കുകയും അതിനുശേഷം കുഞ്ഞുങ്ങളുണ്ടാവുകയും ചെയ്തു. വചനം വ്യക്തമായിട്ട് പറയും. ഇതിനാരും ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. വചനം പോയി പഠിക്കാതെ കാണുന്ന പോപ്പുമാർ അല്ലെങ്കിൽ അവരിവിടെ അവിടുന്ന് പറഞ്ഞുകൊണ്ട് നിനക്കെന്നെ കേട്ടോ, നീ കേരളക്കാരനല്ലേ, നീ ബൈബിൾ വായിരേ, വായിച്ചതിന് ശേഷം അതെടുക്കുക. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത് ഇത് മറിയ എന്ത് ചെയ്തു? പിന്നീട് വലിയ അത്ഭുതങ്ങളുടെ മരിയായിപ്പോയി.
അത്ഭുതങ്ങളുടെ മറിയ. അങ്ങനെയാണ് നമുക്കറിയാം 12-14 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ ഈ മഡോണയുടെ ഇതിൽ, മഡോണ തന്നെയാണ്, മാതാവിന് മഡോണ എന്ന് പറഞ്ഞ് പേര് കൊടുത്തിട്ട് ആ മഡോണയെ അമ്മയും കുഞ്ഞുമായിട്ട് ഇങ്ങനെ അവതരിപ്പിച്ച് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി. അങ്ങനെ യൂറോപ്പ് മുഴുവനും പ്രാകൃതമായ അവസ്ഥയിലേക്ക് പോയി. അങ്ങനെയാണ് ദൈവം ഈ ഇസ്ലാമിനെ എഴുന്നേൽപ്പിച്ച് ഇവനെയൊക്കെ മര്യാദ പഠിപ്പിച്ചത്. മനസ്സിലാവുന്നു? ഈ അന്യ ദൈവങ്ങളെ തോന്നിവാസം കാണിച്ച് ക്രിസ്ത്യാനികളൊക്കെ ഒതുക്കാൻ വേണ്ടി തന്നെ ദൈവത്തിൻ്റെ കോപത്തിൽ ദൈവം എഴുന്നേൽപ്പിച്ചതാണ് അന്നത്തെ കാലത്തിലെ മംഗോളിയൻസിനെയും പിന്നെ അത് കഴിഞ്ഞുണ്ടായ തുർക്കികളെയൊക്കെ ഇറക്കിവിട്ട് ഇസ്ലാം മതം ശക്തിപ്പെട്ട് ഈ അന്യ ദൈവങ്ങൾ, ഏകദൈവം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് അവർ കൊണ്ടുവന്നു. വേറൊരു വീഡിയോ കൂടാണ്. അങ്ങനെ അഹങ്കാരികളും നിഗളികളും ദുർമാർഗികളുമായി വഴിതെറ്റിപ്പോയ ക്രിസ്ത്യാനികളെ മര്യാദ പഠിപ്പിക്കാൻ എഴുന്നേറ്റൊരു മതമാണ് ഇസ്ലാം എന്ന് ബില്ലി ഗ്രാം ഒരിക്കൽ പ്രസംഗിച്ചു. ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. മനസ്സിലാവുന്നു? ഒരു പരിധിവരെ ശരിയാണ്. അങ്ങനെ കമ്മ്യൂണിസം യൂറോപ്പിൻ്റെ അഹങ്കാരത്തെയും സ്വേച്ഛാധിപത്യത്തെയും ഒതുക്കാൻ ദൈവം അനുവദിച്ചു വിട്ടതെന്നാണ് കമ്മ്യൂണിസം. പക്ഷേ അവർ കുറേ കഴിയുമ്പോൾ മുതലാളിമാരാകും. അതാ രസം. എല്ലാവന്മാരും തൊഴിലാളിക്ക് വേണ്ടി വന്നിട്ട് അവസാനം മുതലാളി, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടില്ലേ, പിന്നെ അവനവൻ കീസ പഠിപ്പിക്കണം, പിന്നെ ദൈവങ്ങളെ കൂടെ അടിച്ചു മാറ്റി ഉണ്ടാക്കുന്ന പാർട്ടികളായി മാറിയില്ലേ. അപ്പോൾ ഇത് സ്വാഭാവികമാണ്, മനുഷ്യനിലേക്ക് ഇത്രയേ ഉള്ളൂ. എന്നാൽ ദൈവം കാലാകാലങ്ങളിൽ തൻ്റെ വ്യവസ്ഥയും പദ്ധതിയും നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം പിന്നീട് ഓരോ സ്ഥലത്തും ഭയങ്കര അത്ഭുതങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാകുന്നു? 1600 കാലയളവിലാണ് വേളാങ്കണ്ണി മാതാവിന് ശക്തി പ്രാപിച്ച 1600. ഈ പോർച്ചുഗീസുകാർ അവിടുന്ന് വരുന്ന സമയത്തിൽ അവരെന്ത് ചെയ്തു? ഈ കാറ്റും കോളും പ്രയാസങ്ങൾ അനവധി വന്നപ്പോൾ അവരുടെ വിശ്വാസം അനുസരിച്ച് അവരെന്ത് ചെയ്തു? മാതാവിനോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു വെളിച്ചം കണ്ടെന്നാണ് പറയുന്നത്. എന്ത് വെളിച്ചമാണ്? പക്ഷേ അത് വേളാങ്കണ്ണിയിൽ മാതാവായിട്ട് സ്ഥാപിക്കാനിടയായി. ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, ഇപ്പം എൻ്റെ ഒരു അനുഭവം പറയാം. എൻ്റെ അമ്മ വളരെ മാതാവിൻ്റെ ഭക്തിയായിരുന്നു. നല്ലൊരു സ്ത്രീ, എല്ലാവർക്കും മാതൃകാപരമായി, ഞങ്ങൾക്കൊക്കെ മാതൃകാപരമായി ജീവിച്ചൊരു സ്ത്രീയാണ് അമ്മ. പക്ഷെ ഭയങ്കര മാതാവിൻ്റെ ഭക്തിയാണ്. അവരൊരു ദിവസം ടൈഫോയിഡ് വന്ന് ന്യൂമോണിയ വന്ന് മരണത്തിൻ്റെ ഉഗ്രകണ്ണിലെത്തിയപ്പോൾ മരിക്കുമെന്ന് ഉറപ്പായി ഡോക്ടർമാർ എഴുതി തള്ളി. 4 ദിവസത്തിന് ആൾ മരിക്കും. അസ്ഥിയായി എല്ലും തോലുമായി വീട്ടിൽ കൊണ്ടുവന്നു, ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്ന് മരണം കാത്തു കിടക്കുക. അപ്പോൾ നാട്ടുകാരെല്ലാം അമ്മയുടെ വീട്ടിലാണ്. അവർ മരിക്കുമെന്നുള്ള ഉറപ്പായി ശവമണി അടിക്കാൻ കാത്തിരിക്കുക. കുറ്റിക്കടയിൽ ഇന്നാരുടെ മരണ. പക്ഷേ ആ ഡോക്ടർ പറഞ്ഞ ദിവസം മരിച്ചു. അമ്മയല്ല, അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന തന്നേക്കാൾ കുറേ വയസ്സ് താഴെയുള്ളതായൊരു സഹോദരി, കൂട്ടുകാരി പെട്ടെന്ന് ആ ദിവസത്തിൽ അസുഖം വന്ന് മരിക്കുക, എന്തോ പ്രയാസം വന്ന് മരിക്കുകയും ചെയ്തു. ശവമണി അടിച്ചപ്പോൾ നാട്ടുകാർ പറഞ്ഞു കുറ്റിക്കടയിൽ അന്നമ്മ മരിച്ചതല്ല, മറ്റേ സൗകര്യം മരിച്ചു. അപ്പോൾ ഇതിനിടയിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഞങ്ങളോട് പറഞ്ഞതാണ്, താൻ മരിക്കുന്നതിന് തലേ ദിവസം മരണക്കിടക്ക് കിടന്ന് മരണമിൽപ്പെടുമ്പോൾ യേശു കർത്താവ് വന്നിരിക്കുന്നു, മാതാവും കൂടെ ഉണ്ടായിരുന്നതാണ്. സംഭവം സയ്യ, സ്വപ്നം കണ്ടത് കറക്റ്റാണ്. മാതാവ് യേശു കൂടെ വന്നിട്ട് യേശു പറഞ്ഞു, അന്നമ്മേ നിന്നെ ഞാൻ സൗഖ്യമാക്കാൻ പോവുകയാണ്, നീ മരിക്കത്തില്ല. അപ്പോൾ വയസ്സായിട്ട് 45-50 വയസ്സിന് താഴെയാണ്. നീ മരിക്കത്തില്ല, നീ ജീവനോടിരുന്ന് നിൻ്റെ വീട്ടിൽ എനിക്ക് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറയുകയും അമ്മ സൗഖ്യമാവുകയും ചെയ്തു. അപ്പോൾ വിശ്വാസം കൂടത്തില്ലേ? അപ്പോൾ മറിയയുടെ വിശ്വാസം കൂടത്തില്ലേ? കാരണം സ്വപ്നം കണ്ടില്ലേ. ഇനി ഞാനാണെങ്കിലും ഈ അമ്മയുടെ ഭക്തി പോലെ എനിക്കും മാതാവിനോട് ഭയങ്കര ഭക്തിയായിരുന്നു. ഞാൻ ഒരു മടിയില്ല, സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് വീട്ടിലെ പൂക്കളെല്ലാം പറിച്ചുകൊണ്ട് പോയി മാതാവിൻ്റെ രൂപത്തിന് മുമ്പ് ഇത് മുട്ടുകുത്തി പ്രാർത്ഥിക്കും. പെണ്ണുങ്ങൾ എന്നെ കളിയാക്കിയിട്ടുണ്ട്, പെൺപിള്ളേർ. ഓ വലിയ ഭക്തൻ, പള്ളിഭക്തൻ എന്ന് പറഞ്ഞു. ഞാൻ അന്നൊന്നും പെണ്ണുങ്ങളോട് അധികം സംസാരിക്കത്തൊന്നുമില്ല. എനിക്ക് അന്നത്തെ കാര്യം ഇഷ്ടമുള്ള കാര്യമില്ല അധികം സംസാരിക്കുന്നത്. ആണുങ്ങളോടെല്ലാം സംസാരിക്കും. ഇവളുമാർ നമ്മളെ കളിയാക്കും. എൻ്റെ കൂടെ പഠിച്ച പെണ്ണുങ്ങൾ വലിയ മാതാഭക്തനാന്ന് പറയും. പക്ഷെ സത്യമായിരുന്നു. എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു, യേശുക്രിസ്തുവിനെ സ്വീകരിച്ച ആ സമയം എനിക്ക് മനസ്സിലായി, ഈ പറഞ്ഞ മാതാവിനുള്ള ഭക്തി ആവശ്യമില്ല. ഞാൻ ഈ സുവിശേഷം വീട്ടിലൊരു പ്രാർത്ഥന വെച്ച് എൻ്റെ അമ്മയോട് പറഞ്ഞു, മാതാവ് സ്വർഗാരോഹണം ചെയ്തിട്ടില്ല. വേദപുസ്തകത്തിൽ വചനമുണ്ട്. മാതാവ് നല്ല സ്ത്രീയാണ്, വിശുദ്ധയാണ്. അവർ യെരൂശലേമിലോ സിയോനോ കാണുന്നത് സത്യമാണ്. പക്ഷേ ഈ സഭയുണ്ടാക്കിയത് പിന്നീട് ഇങ്ങനെയൊക്കെയാണെന്ന് അന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് ഇത് തെറ്റാണ്, യേശുക്രിസ്തു മാത്രമുള്ള ആത്മാവിൽ പറഞ്ഞു. അമ്മ അന്ന് സ്വീകരിച്ചു. നോക്കണം,
ഇത്രയും വർഷം കൊണ്ടിരുന്ന പാരമ്പര്യ വിശ്വാസത്തിന്മേൽ ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവും വന്നപ്പോൾ അമ്മ ആ പ്രാർത്ഥനയിൽ വെച്ച് തന്നെ യേശുവിനെ സ്വീകരിക്കുകയും ഇതെല്ലാം മാറിപ്പെട്ടു. അപ്പോൾ ഇതെല്ലാം പാരമ്പര്യ വിശ്വാസമാണ്. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ഒരു വിഗ്രഹത്തിന് മുമ്പിൽ പോയി പ്രാർത്ഥിച്ച് അത് മനസ്സിൽ ഇമേജായി കിടന്നാൽ ആ ഭക്തി മൂർത്തിക്കുമ്പോൾ നമ്മുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവർ ചിലപ്പോൾ സ്വപ്നത്തിൽ കണ്ടെന്നിരിക്കും. അത് യാദൃശ്യമാണ്, നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു വിഷയമാണ്. പക്ഷേ അറിവില്ലായ്മയുടെ കാലം, അതൊക്കെ അറിവില്ലായ്മയുടെ കാലത്തിൽ അവിടെ ദൈവം ക്ഷമിച്ച് തരുന്നുമുണ്ട്. പക്ഷേ അറിഞ്ഞതിന് ശേഷം പിന്നീട് അതിലേക്ക് പോകരുത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ വേളാങ്കണ്ണി മാതാവ്, ഞാൻ വേളാങ്കണ്ണിയിലെ മാതാവിൻ്റെ മുമ്പിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. വേളാങ്കണ്ണി പള്ളിയിൽ നാഗപട്ടണത്ത് സുവിശേഷം വരെ ചെയ്യുമ്പോൾ വേളാങ്കണ്ണി പള്ളിയുടെ നേരെ വാതിക്കെ പോയി സുവിശേഷം ഒറ്റയ്ക്കാണ്. ആൾക്കാരെല്ലാം എന്നെ വളഞ്ഞു. അത്ര കണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പവറിലാണ് പോയത്. വേളാങ്കണ്ണി പള്ളിക്കകത്തല്ല, പള്ളിയുടെ പുറത്ത് നിന്നുകൊണ്ട് സുവിശേഷം പറഞ്ഞപ്പോൾ എന്നെ അങ്ങ് വളഞ്ഞു. ഒരാൾ ചോദിച്ചു, നിങ്ങൾ ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ RC ആണെന്ന് പറഞ്ഞു. RC കാർക്ക് ഇതൊന്നുമില്ല, നിങ്ങൾ RC അല്ല. ഞാൻ പറഞ്ഞു, യെസ് ഐ ആം RC. വ്യക്തമായിട്ട് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബിഫോർ ഐ വാസ് റോമൻ കാത്തലിക്സ്, നൗ ഐ ആം റിയൽ ക്രിസ്ത്യൻ എന്ന് നമ്മൾ സൂചന പറഞ്ഞു. അപ്പോൾ അവർ ചില ബഹളം ഉണ്ടാക്കി. ഞാൻ ആത്മാവ് ഞാൻ അന്യഭാഷയും പറഞ്ഞു. ഞാൻ ഇവിടെ തീ ഇറങ്ങും, എല്ലാം രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. നടന്ന സംഭവം പറയുന്നത്. അപ്പോൾ പണ്ട് സ്നാനപ്പെട്ട ഒരു ക്ലമൻ്റ് ജയ ഇപ്പോഴും അവരുണ്ട് കേട്ടോ, നാഗപട്ടണത്തുണ്ട്, ഇപ്പോഴും വിശ്വാസിയാണ്. അവർ പണ്ടെങ്ങാണ്ട് സ്നാനപ്പെട്ടതാണ്. അതിനുശേഷം വീണ്ടും പിന്മാറി കുരിശുരുവൊക്കെ വിൽക്കാൻ പോയി പള്ളിയിൽ പോയി ചേർന്നു. വേളാങ്കണ്ണി പള്ളിയിൽ മെഴുകുതിരിയും വിറ്റ് കാശുണ്ടാക്കുക. ഇവർ സ്നാനപ്പെട്ടാന്ന് പറഞ്ഞപ്പോൾ ഞാനോട് പറഞ്ഞു, നിങ്ങൾ തെറ്റാണ് കാണിക്ക്, തിരിച്ചു വരണം. ശക്തമായിട്ട് ദൈവത്തിൻ്റെ ആലോചന ഒരു വലിയ സംഭവം ഉണ്ടായിരുന്നു. ഞാൻ ഇതെല്ലാം തീ ഇറങ്ങും, നശിക്കാൻ പോവുകയാണ്, രക്ഷപ്പെട്ടോളാം. അപ്പോൾ ഈ ക്ലെമൻ്റ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അവൻ പിന്നീട് ഒരാളോട് പറഞ്ഞതാണ്, നാങ്ക സമ്പാദിക്കുമോ സാപ്പിടുകയോ ഇതാ സ്വാമിയാർക്ക് എന്നാ, അതായത് പോയി വേറെ പണി നോക്കാന്നുള്ള രീതിയിലായി പറയുന്നത് കേട്ടോ. ഞാനിങ്ങ് പോകുന്നു, പറഞ്ഞ വെള്ളിയാഴ്ച, ഇതൊരു വെള്ളിയാഴ്ചയാണ്, അടുത്ത വെള്ളിയാഴ്ച അവിടെ തീ ഇറങ്ങി. ഈ ക്ലെമൻറ്റിൻ്റെ വീട് മുഴുവൻ ഇത് മെഴുക. ആ പരിസരത്തല്ല ഇങ്ങനെ 2 രൂപയുടെ മെഴുക് 100 രൂപയ്ക്ക് വിറ്റ് കാശ് വാങ്ങിക്കാം. പിൽഗ്രിംസ് മൊത്തം കത്തി നശിച്ചു. ഇവൻ്റെ വീട്ടിലെ സകലവും നശിച്ചു. സൈക്കിളും ടേപ്പ് റെക്കാർഡും എല്ലാം നശിച്ചു പോയി. ഇവർ ഓടി നാഗപട്ടണത്ത് വന്നു. അയ്യാ എല്ലാം പോച്ച് കാപ്പാത്തൊക്കെ. അപ്പോൾ ജയ പറഞ്ഞു, സാരമില്ല, വീടും മെഴുകുതിരി പോയാലും യേശുവിനെ തിരിച്ചു കിട്ടി, ഇനി ഞങ്ങൾ ഇവിടെ ആരാധിക്കത്തുള്ളൂ. അടുത്ത രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ വെളുപ്പാങ്കാലത്ത്, അന്നവിടെ നാഗപട്ടണത്ത് ആത്മാക്കളൊന്നുമില്ല. അവിടെ ഒരു ഹോള് പണിയണം, പ്രാർത്ഥനാ ഹോള് പണിയണം, ആരുമില്ല. ആകെ 2, 3, 4 വിശ്വാസികളുണ്ട് അവിടെ. അപ്പോൾ ഞാനൊരു ദിവസം രാവിലെ നോക്കുമ്പോഴേ ഒരു മനുഷ്യൻ 2 പിള്ളേരും നല്ല ചെറുപ്പക്കാർ, നല്ല ആരോഗ്യമുള്ള 2 ചെറുപ്പക്കാരുമായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്നാ സ്വാമി കാപ്പാത്തും ചൊല്ലി എൻ്റെ കാലം വീണു. എന്നെ സംഭവിച്ചത്? എங்கள் പിള്ളേർക്ക് പിശാച് പിടിച്ചത്, ജോബ് പണി കാപ്പാത്തും ചൊല്ലിയിട്ട്. ഞാൻ சொன்னேன், நீங்கள் யார், எங்கே இருந்து? நாங்கள் வேளாங்கண்ணி பள்ளியில் வாட்ச்மேன். நான் சொன்னேன், എന്താ അമ്മ உங்களை காப்பாற்றில்லையா? ഇല്ലേ. അപ്പുറം ജപം പണി ആ പിള്ളേർക്ക് സൗഖ്യമായി 1 മാസം എന്നോട് കൂടെ ഇന്ന് ആ പണി തീരുന്നോടം വരെ. എന്താണ് അപ്പം പറഞ്ഞു, ഇവിടെ നിന്നോട്ടെ, നിങ്ങൾക്ക് സഹായമായിട്ട് ഇന്നോട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ്റെ വിശ്വാസം പാരമ്പര്യമായിട്ട് വരുന്നത് പെട്ടെന്ന് മാറ്റാനും നോക്കത്തില്ല. എന്നാൽ ദൈവജനത്തിൻ്റെ ആഴമേറിയ സത്യങ്ങളും പരിശുദ്ധാത്മാവിനാൽ മാത്രമേ അത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് പോകത്തുള്ളൂ. അതാണ് എനിക്കും എൻ്റെ അമ്മയ്ക്കുണ്ടായ സാക്ഷി. അങ്ങനെ എത്രയോ പേർക്ക്. പിന്നെ ഇത് പാരമ്പര്യമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ കാലാകാലങ്ങളിൽ വേറൊരു പോപ്പിൻ്റെ കാലത്തിൽ, ആരാ, Pius 12 ആണെന്ന് തോന്നുന്നു, കാലത്തിലാണ് അമലോത്ഭ മാതാവ്, മനസ്സിലാകുന്നു, അമലോത്ഭ മാതാവെന്ന് പ്രഖ്യാപിച്ചത്. മറ്റൊരു പോപ്പിൻ്റെ കാലത്താണ് ഇവർ സ്വർഗാരോഹണം ചെയ്തു, അസെപ്ഷൻ. യേശു ക്രിസ്തു അല്ല, കന്യാമറിയം സ്വർഗാരോഹണം ചെയ്തെന്ന് 1950 പ്രഖ്യാപിക്കപ്പെട്ടത്. Pius 9 Pius മാർപ്പാപ്പയുടെ കാലത്താണ് മേരി ഇമാക്കുലേറ്റ് അമലോത്ഭ മാതാവെന്ന് പ്രഖ്യാപിച്ചത്. നോക്കണം, ദൈവമാതാവ്, വിർജിൻ മാതാവ്, അമലോത്ഭ മാതാവ്, പിന്നെ അസംപ്ഷൻ, സ്വർഗാരോഹണം ചെയ്ത മാതാവ്. 1950 ഓർത്തോണം. പക്ഷേ അതിനെന്തോ പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 13 3:13 വായിക്കുമ്പോൾ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. വായിച്ചേ.
സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ശ്രദ്ധിച്ചോണം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന, വീണ്ടും വായിച്ച വാക്യം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം എന്ന് പറയുന്നത് അവസാന കാലയളവിൽ എഴുതിയതാണ്. യോഹന്നാൻ മരിക്കുന്നതിനൊക്കെ മുമ്പ്, എനിക്ക് തോന്നുന്നു AD 80 90 എഴുതിയതാണ്. അതുകൊള്ള മാതാവൊക്കെ മരിച്ചുപോയി. അപ്പോൾ ആ യോഹന്നാൻ എഴുതിയിരിക്കുകയാണ്. തമിഴ് പഠിക്ക്, പരലോകത്തിൽ നിന്ന്, യോവാൻ 3:13, പരലോകത്തിൽ നിന്ന് ഇറങ്ങിയവരും മനുഷ്യകുമാരനെ അല്ലാമൽ ഒരുവനുമില്ലേ. പിന്നെന്തിനാ വാക്യം ഇങ്ങനെ സ്വർഗാരോഹണം ചെയ്ത് മനുഷ്യനെ പഠിപ്പിക്കാൻ പോയത്? അത് ഓരോ പോപ്പുമാരും, നമ്മുടെ ചില പാസ്റ്റർമാർ വരുമ്പോൾ തലയ്ക്ക് തോന്നുന്ന പോലെ ചിലർ വ്യാഖ്യാനിക്കുന്ന പോലെ. നമ്മുടെ പാസ്റ്റർ, നമ്മുടെ പെന്തിക്കോസ് മാത്രമല്ല, ഓരോ പെന്തിക്കോസിലെ പാസ്റ്റർമാരില്ലേ. ഇനി പെന്തിക്കോസിലെ ഉപദേശം തന്നെ നോക്കിയേ. നമ്മൾ ഈ മൽക്കീസദേക്കിൻ്റെ ഉപദേശം എത്ര കൃത്യമായിട്ട് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നു. എത്ര പെന്തിക്കോസുകാർക്ക് അത് അംഗീകരിക്കുന്നത്? അമ്മാർ പറയുന്നത് TPM-കാരുടെ കൾട്ടാന്നാണ് പറയുന്നത്. വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിലെ സ്ത്രീ സഭയാന്ന് പറയുമ്പോൾ മറ്റു പെന്തിക്കോസുകാർ അവർ പെന്തിക്കോസുകാരുടെ കൾട്ടാന്ന് പറയും. ഇവിടെ പെന്തിക്കോസുകാരെ ഈ പരുവക്കേടാണ്. പിന്നെ കത്തോലിക്കരെ പറഞ്ഞിട്ട് കാര്യമുണ്ട്? പറ, നോക്കണം. മനസ്സിലാകാത്ത കാര്യം കൾട്ടെന്ന് പഠിക്കണ്ടേ? പഠിച്ചു നോക്കണം. അതില്ല, എവിടെയോ കിട്ടിയത്. ഇങ്ങനെ ഈ മർക്കട മുഷ്ടി പറഞ്ഞാൽ കുരങ്ങൻ്റെ ശർക്കരയ്ക്ക് പിടിച്ചിരിക്കുന്ന പോലെ, കുടത്തിനകത്തിട്ട് കൈ പിടിച്ച പോലെ ഞങ്ങൾ അറിഞ്ഞാൽ ശരി. ഇവിടെ ബൈബിൾ പഠിക്കേ. തിരുവചനത്തിലുണ്ടെ വിശ്വസിക്കാമല്ലോ, അല്ലേ? തിരുവചനത്തിലുണ്ടെ വിശ്വസിക്കാം. മൽക്കീസദേക്കിന്റെ ക്രമത്തിൽ വിവാഹം ചെയ്യാമൽ ശുശ്രൂഷ ചെയ്യുന്ന കത്തോലിക്കരുടെ അല്ലെങ്കിൽ മേൽപ്പെട്ടക്കാരായ യാക്കോബ, മർത്തോമ, TPM-കാരുടെ മിനിസ്ട്രി ദൈവത്തിൻ്റെ വചനപ്രകാരം തന്നെയാണ്. അതല്ല കല്യാണം കഴിച്ചുള്ള മിനിസ്ട്രി, അതുകൊണ്ടല്ലോ തീമോഥെയോസ് പറയുന്ന കല്യാണം കഴിച്ചുള്ള മിനിസ്ട്രി, അത് കറക്റ്റാണ്. ഇത് രണ്ടും രണ്ടായിട്ടല്ല, ഒരു നടത്തിപ്പിൻ്റെ കീഴിലല്ല പോകുന്നത്. ഇങ്ങനെ വചനം പഠിക്കാൻ നോക്കുക, വചനപ്രകാരം മുന്നോട്ട് പോകാൻ നോക്കുക. ഇല്ലെങ്കിൽ ദൈവം ആക്കി തീർക്കും. അതിൻ്റെ ഒരു വഴിയൂടാണിപ്പോൾ പോപ്പ്. ഞാൻ അന്നേ പറഞ്ഞില്ലയോ, കുറേ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ഈ പോപ്പ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. ഏതാ പോയ മാർപ്പാപ്പയെ പോലെ വിഡ്ഢി കളിക്കാനൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല കേട്ടോ. പോയ മാർപ്പാപ്പയെ പോലെ നിങ്ങൾക്കിട്ട് വിളയാടാനൊന്നും പുള്ളിയെ കിട്ടത്തില്ല. ഇദ്ദേഹം സ്ട്രോങ് ആളാണെന്ന് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഉണ്ട്. കാരണം എന്നാ, ഇത് സമാപ്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 1950 അസംഷൻ മാതാവ് സ്വർഗാരോഹണം ചെയ്തെന്നുള്ളത്. 50 ബൈബിൾ പറയുന്ന ആരും പോയിട്ടില്ല. 50 അപ്പം ഇങ്ങനെയുള്ള ദുരുപദേശങ്ങൾ മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നി ഓരോ പോക്കണക്കേട് കാണിക്കുകയായിരുന്നു. ഇത് നമ്മളുടെ പ്രസംഗിക്കുന്നില്ലേ? എന്തെല്ലാം വിഡിത്തരം ഓരോരുത്തരുടെ ഇപ്പോൾ പ്രസംഗിക്കുന്നത് മനസ്സിലാവുന്നു. കേൾക്കുന്നവർക്കും പലർക്കും അറിയാത്ത ഭാഗ്യം അതാണ്. ഇന്ന് കേൾക്കുന്ന വിശ്വാസികൾക്കും ചിലർക്കൊന്നും ഇതും ശ്രദ്ധിക്കുന്നില്ല. അവർക്ക് നേരമില്ല. അവർക്കെന്തെങ്കിലും ഒരു ആരാധന കൂടണം, വീട്ടിൽ പോകണം, കാര്യം നടക്കണം എന്നുള്ളതാണ് ഒരു കൂട്ടം വിശ്വാസികളുടെ താല്പര്യം. അതുകൊണ്ട് അവർ എന്നാ പറഞ്ഞാലും ഒരു കുഴപ്പമൊന്നുമില്ല. വചനം അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കാൻ ക്രിസ്തീയ സഭകളും പെന്തിക്കോസ് സഭകളും പലരും തയ്യാറല്ല. അവരുടെ കാര്യം നടക്കണം. അതിന് ഇവിടെ പ്രാർത്ഥിച്ച് കിട്ടിയില്ലെങ്കിൽ വേറെ വഴിയെ പോകുന്ന ഒരു ഭാഷ, പിശാച് പിടിച്ച് ഭാഷ അന്നേരം വീട്ടിൽ കയറ്റി പ്രാർത്ഥിക്കുന്ന പാർട്ടികളില്ലേ? വിളിച്ചുപാടും അന്യഭാഷയും പറഞ്ഞ് ബഹളം ഉണ്ടാക്കി പ്രാർത്ഥിച്ച് അവർക്കത് മതി. വിശ്വാസികൾ തന്നെ എത്രണ്ണം ചെയ്യുന്നു അങ്ങനെ? ഇതൊക്കെ ആദ്യ നൂറ്റാണ്ടിൽ സംഭവിച്ചു. അപ്പോൾ കത്തോലിക്കരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ എവിടെ ക്ഷീണിച്ചിരിക്കുന്നിടത്ത് പിശാച് കയറും. അങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം കയറി വന്നത്. പിന്നെ പ്രത്യക്ഷത, അതൊരു ഭയങ്കര ഭൂകമ്പമായിരുന്നു. 1958 ഞാൻ പറഞ്ഞു 1600 കാലയളവിൽ വേളാങ്കണ്ണിയിൽ മാതാവ് പ്രത്യക്ഷനായി. 1958 പിന്നെ ഫ്രാൻസിൽ ലൂർദിൽ എന്ന് പറയുന്നൊരു സ്ഥലത്ത്, ലൂർദ് എന്ന് പറയുന്ന സ്ഥലത്തിൽ മാതാവ് ഒരു 14 വയസ്സുകാരിക്ക് 18 പ്രാവശ്യം പ്രത്യക്ഷനായെന്നാണ്. ഏതെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായി കാണും, പക്ഷെ അത് ആരാധനയ്ക്ക് വേണ്ടിയാണോ? അല്ല. ദൈവം എന്തെങ്കിലും ചിലപ്പോൾ നന്മ കാണിച്ചാണെങ്കിൽ അവരുടെ മനസ്സിലത്തോളം സ്വപ്നം കണ്ടു കാണും. അതിനെ ഉടനെ തന്നെ ലൂർദ് മാതാവ് എന്നുള്ള പേരിൽ അത് വേറൊരു പേര്. പിന്നെ പോർച്ചുഗലിലെ പാത്തിമ എന്ന് പറയുന്ന സ്ഥലത്തിൽ മാതാവ് പ്രത്യക്ഷമായെന്ന് പറഞ്ഞുകൊണ്ട് പാത്തിമ മാതാവ്. ഈ വരുന്ന അച്ഛന്മാരും ഒക്കെ മിടുക്കന്മാരാണെങ്കിൽ പള്ളി പ്രശസ്തി അല്ലെങ്കിൽ പള്ളി കുറേ കൂടെ ഫേമസ് ആക്കാൻ വേണ്ടി ഈ മണ്ടന്മാർ വിശ്വാസികളെ ഇതുപോലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് ഇളക്കി വിടും. ഇവിടെ പാറാപ്പള്ളിയിലെ ചേനാശ്ശേരി പാറാപ്പള്ളിയിലെ ഒരു ബസ്സുകാരൻ കൊണ്ട് നിർത്തിയിട്ട് കൊടുത്തു. ഞാൻ ചേനാശ്ശേരി ചെന്നും പറഞ്ഞു കേട്ടോ, ശരിയാണെന്ന് എനിക്കറിയില്ല. ഒരു കത്തോലിക്കൻ ബസ് നിർത്തിയിട്ടിട്ട് മാതാവാണ് ബസ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞ് കാണിക്കിട്ടിട്ട് പോയെന്ന് പറഞ്ഞു. അച്ഛനത് പ്രസംഗിച്ചു.
പിന്നെ പോകുന്നതിനും വരുന്നതിനും എല്ലാം കൂടി ഇഷ്ടം പോലെ വരുമാനമായി, ഒരുപാട് വരുമാനം. ഇങ്ങനെ കാശ് ബിസിനസ്സാക്കി. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കുമ്പോൾ നിങ്ങളോ ബിസിനസ്സുകാരാക്കി മാറ്റി. പെന്തിക്കോസിൽ ബിസിനസ്സുണ്ട്, കാശുണ്ടാക്കുക. മനസ്സിലാകുന്നു? മനുഷ്യനെ സോപ്പിടുക, മനുഷ്യരുടെ ചക്രവാക്ക് പറയുക, ഇല്ലാത്ത അന്യഭാഷ പറയുക, ഇല്ലാത്ത പ്രവചനം പറയുക. ഇങ്ങനെ എത്ര ഉണ്ടെന്ന് അറിഞ്ഞ് നടക്കുന്നുണ്ട് ഓരോരുത്തർക്കും. CPM പിന്നെ അങ്ങനെ വന്നാലും ഇടയ്ക്കങ്ങ് നിൽക്കും. ഒരു ബലഹീനായ അല്ലെങ്കിൽ ഇതൊന്നും നിയന്ത്രിക്കാൻ വയ്യാത്തൊരു ഉപദേശിയുടെ കാലത്ത് ഇത് സംഭവിക്കുന്നെങ്കിൽ അടുത്ത ദൈവം വേറൊരാളെ വിട്ട് ഒരൊറ്റ ആഴ്ച കൊണ്ട് പരിപാടിയെല്ലാം തീരും. ഇല്ലേ? ശരിയല്ലേ? പിന്നെ പ്രവചനമില്ല, അന്യഭാഷയില്ല, വെളിപ്പാടുമില്ല, ദർശനവുമില്ല. അപ്പോൾ ഏത് ദർശനം? ദൈവം പറഞ്ഞെങ്കിൽ മനുഷ്യനെ ഭയപ്പെടണോ? ദൈവമാണ് ഒരാളുടെ പ്രവചനം പറഞ്ഞെങ്കിൽ അവൻ മനുഷ്യനെ ഭയപ്പെടാതെ പറഞ്ഞിരിക്കും. അത് ഒരു പാർശ്വക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ ഇതൊക്കെ ചുമ്മാ അവസരം കിട്ടിയെങ്കിൽ അടിച്ചേക്കുക. നിങ്ങളെ ദൈവം വന്ന് തകർത്ത് കളയും, മറ്റു മറിച്ച് കളയും പറഞ്ഞിട്ടൊക്കെ. അതാണ് വീട്ടിൽ വഴക്കുണ്ടാക്കിയിട്ട് ഭർത്താവിനെതിരെ പ്രവചിച്ച ഭാര്യ എനിക്കറിയാം കേട്ടോ. ഞാൻ അന്വേഷിച്ചപ്പോൾ രാവിലെ വഴക്കുണ്ടാക്കിയിട്ടാണ് വന്നത്. എന്നിട്ട് നേരെ പറയാം, ഇവിടെ വന്ന് പ്രവചനത്തിൽ അടിച്ചേക്കുക. അതോടെ അവളുടെ പ്രവചനം തീർന്നു. ഇങ്ങനെ എന്തെല്ലാം തിരുമറി അതിനകത്ത് കാണിക്കുന്നറിയാം. അതുകൊണ്ട് ഇത് തിരിച്ചറിയാത്ത ഉപദേശിമാരാണ് കുഴഞ്ഞു പോകും. ചില അമ്മച്ചിമാരുണ്ട് അഭ്യാസം കാണിക്കുന്നവർ. അപ്പോൾ അവർക്കവിടെ വലിയ ആളാകണം. അപ്പോൾ അവരവിടെ ചില അഭ്യാസങ്ങൾ കാണിക്കും. ഇതിനെ നിയന്ത്രിക്കാൻ പോയാൽ അവർ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ നോക്കേണ്ട ആവശ്യമാണ്. നമുക്ക് മേലോട്ട് നോക്കി ആകാശം, താഴോട്ട് നോക്കിയാൽ ഭൂമി, ഇതിനിടയിൽ കർത്താവുമായിട്ടുള്ള ബന്ധം. ബാക്കി പെന്തിക്കോസും സ്ഥാനവും മാനവും കസേരയൊക്കെ സ്വാഹ എന്ന് വെച്ചാൽ ഒന്നുമില്ല. അങ്ങനെയുള്ളവർക്ക് ഈ വേല ചെയ്യാനൊക്കത്തില്ല. അല്ലാതെ അധികാരവും സ്ഥാനവും മറ്റുള്ളവരുടെ അംഗീകരണം നോക്കാമെന്നൊന്നും ശരിയായിട്ട് വേറെ ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈ മാതാവിൻ്റെ വേർഷിപ്പ് കയറി വരാൻ കാരണം. മനസ്സിലാവുന്നു? അപ്പോൾ അതിന് അവർ വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ആരാധിക്കുന്നില്ല, വണങ്ങുന്നേ ഉള്ളൂ. അഡോറേഷൻ ദൈവത്തിനും ബെനോറേഷൻ മാതാവിനെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദൈവമാതാവ് എന്ന് വിളിച്ചത്. ആകാശങ്ങളുടെ പുത്രൻ്റെ രാജ്യം എന്നൊക്കെ പറഞ്ഞ് ആരാധിച്ച് പിന്നെ ആരാധനയല്ലേ. ഇപ്പോൾ ഈ പോപ്പല്ല, ഇതിനു മുമ്പുള്ള 2 പോപ്പുമാരും ബെനഡിക്ട് 16 ഫ്രാൻസിസ് മാർപ്പാപ്പയും ഇതേ അഭിപ്രായക്കാരനായിരുന്നു. പക്ഷേ അതിനു മുമ്പ് മാരുള്ള ഒരാളുണ്ടായിരുന്നു, ജോൺ പോൾ II. മിടുക്കനായിരുന്നു, വളരെ മിടുക്കനായ മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹം മരിയ ഭക്തനായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞു, അറിയാതെ കുടുംബങ്ങളൊക്കെ ജനിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകും. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ദൈവം ചിലർക്ക് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ നിമിഷങ്ങൾ കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ആരാധന മറ്റാരും കൊടുക്കരുത് എന്നുള്ളത് ഇപ്പോഴത്തെ ലിയോ 14 മനസ്സിലായി. അദ്ദേഹം തുറന്നു പറഞ്ഞു. എന്നാൽ ഇവന്മാർ സമ്മതിക്കുമോ? ഏതാ മർത്തോമായിലെ ബത്രാച്ചൻ എന്നെ നിലത്ത് കിടത്തി അടക്കടാന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പാരമ്പര്യം സമ്മതിക്കത്തുള്ളൂ പറഞ്ഞ് അങ്ങനെ ഇരുത്തി തന്നെ കുഴിച്ചിട്ട് എന്ന് പറഞ്ഞ പോലെ ഇനിയിപ്പോൾ പോപ്പിനെ ക്രൂശിക്കാൻ നടക്കും. നോക്കിയോ, നിങ്ങൾ നാളത്തെ നോക്കിയോ, ഈ കത്തോലിക്കന്മാരും യാക്കോബക്കാരും കൂടി എന്ത് ചെയ്യും? ഇനി പോപ്പിനെ വകവരുത്താൻ നോക്കും. ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് മതം സത്യം മനസ്സിലാക്കത്തില്ല ഇവനൊക്കെ. ഇവൻ്റെയൊക്കെ മനസ്സ് സത്യത്തിനല്ല വില. പിശാച് കയറി പാരമ്പര്യവാദികളായ നമ്മളെ സിലോൺകാരെ പുറത്താക്കിയതുപോലെ അവസാനം ദൈവത്തിൻ്റെ ന്യായവിധി വരണം. അതുകൊണ്ട് പ്രിയരെ, കത്തോലിക്കനായാലും യാക്കോബക്കാരനായാലും വചനം നന്നായിട്ട് പഠിക്കുക. വേണ്ടാത്ത അഭ്യാസം ഒരിടത്തും കാണിക്കരുത്. കാണിച്ച നിലനിൽപ്പില്ല. അത് യേശുവിനെ ആരാധിച്ച്, ദൈവത്തെ ആരാധിച്ച്, യേശു ക്രിസ്തുവിൻ്റെ വചനത്തെ മാനിച്ചുകൊണ്ട് മര്യാദയ്ക്ക് ജീവിച്ചാൽ അവസാനം വരെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ബൈബിൾ എന്താ പറയുന്നത്? ഏക മധ്യസ്ഥൻ. 1 തീമോഥെയോസ് 2:5 പറയുമ്പോൾ അനേക മധ്യസ്ഥന്മാരില്ല, ഏക മധ്യസ്ഥനേ ഉള്ളൂ. ഒരു പോപ്പ് വരുമ്പോൾ ഇന്നാരെ വണങ്ങിക്കുമോ? 1969 70 കാലയളവിൽ അന്നത്തെ പോപ്പ് പറഞ്ഞു, ഗീവറിയസ് പുണ്യാളനല്ല, തെളിവില്ല, അതുകൊണ്ട് പള്ളിയിൽ നിന്നൊക്കെ മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. മനസ്സിലാകുന്നു? അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. 70 എനിക്ക് തോന്നുന്നത് 6ാം ക്ലാസ്സിലൊക്കെ 7ാം ക്ലാസ്സിലും കണ്ടാൻ തോന്നുന്നു. ആ സമയത്ത് ഞങ്ങളെന്ത് ചെയ്യും? പീരീഡ് സാർമാരില്ലാത്തപ്പോൾ വെളിയിലിറങ്ങി പള്ളിയിലെ തട്ടിൻ്റെ മേളിൽ ചെല്ലും. അപ്പോൾ ഗീവറിയത്തിനെ പുറത്താക്കി. ഗീവറിയത്തിന് തട്ടിൻ്റെ മേളിലാണ്. നേരത്തെ ഫ്രണ്ടിലിരുന്ന ഗീവറിയത്തിനെ പോപ്പ് പറഞ്ഞപ്പോൾ എടുത്ത് പുറത്തിട്ടു. ആ ഗീവറിയത്തിൻ്റെ പുറത്ത് ഞങ്ങളും കയറി കുതിരപ്പുറത്ത് ഇങ്ങനെ ആടും. പുള്ളിക്ക് ഒരു വിരോധവും ഇല്ല കേട്ടോ, അങ്ങനെ ഒരു ശല്യം ഉണ്ടായിട്ടില്ല. എന്നാൽ അപ്പോഴും എടത്വാപ്പള്ളിയിലെ ഗീവറീസിനെയും പുതുപ്പള്ളിയിലെ പുണ്യാളനെയും മാറ്റാൻ തയ്യാറല്ല. ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ കോൺഗ്രസ്സുകാർ ഉമ്മൻചാണ്ടിയെ മെഴുകുതിരി കത്തിച്ച് വെക്കുക. കോൺഗ്രസ്സുകാരും യാക്കോബക്കാരും ഒക്കെ വരുന്നവന് നാളെ കുറേ ഇതുപോലെ മുന്നോട്ട്, അതിന് സമയമില്ല, മുന്നോട്ട് പോയാൽ നാളെ പുതുപ്പള്ളിയിൽ വേറൊരു പുണ്യാളുകൾ വരും. ഇങ്ങനെയാണ് ഓരോ സംഭവങ്ങൾ. നാളെ കണ്ടില്ല ശ്രീനാരായണ ഗുരുവിൻ്റെ ബുധനൂരിൽ അദ്ദേഹത്തിൻ്റെ വിഗ്രഹത്തിൻ്റെ തലയുടെ മേളിൽ രോമം കെളുത്തെന്ന് പറഞ്ഞൊരു ന്യൂസ്. അവസാനം ബുദ്ധിയുള്ള ഈഴവരാരാണ് സഹോദരന്മാർ പറഞ്ഞ് വേറെ പണി നോക്കാൻ പറഞ്ഞു. അദ്ദേഹത്തെ കൂടെ നിങ്ങൾ പട്ടി കളിപ്പിക്കണം പറഞ്ഞ്
ഞാൻ ആ ഭാഗത്തിരിക്കുമ്പോൾ ഇതുപോലെ ഓരോ നേതാക്കന്മാരും വന്ന് ഓരോ അഭ്യാസം കാണി ജനങ്ങളെ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് കാശുണ്ടാക്കണം, അവിടെ കൊണ്ട് നേർച്ചയിടണം. എന്നാൽ കുറേ ബുദ്ധിയുള്ളവരുള്ളത് കൊണ്ടാണ് കുറേയൊക്കെ സാവകാശം വരുന്നത്. എല്ലായിടത്തും ഉണ്ട്, ഇവിടെയുണ്ട്. പുണ്യാളന്മാരെ ആരാധിക്കുക, വിശുദ്ധന്മാർക്ക് ബഹുമാനം കൂടുതൽ കൊടുക്കുക, ബഹുമാനിക്കണം. ആവശ്യമില്ലാത്ത എക്സ്ട്രീം ഇതിലേക്ക് പോയാൽ അവിടെ വേറെ ആരാധനയായി വരും. അതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ അതിനൊന്നും അനുവദിക്കാത്തത്. നമ്മുടെ ഒരു പെന്തിക്കോസിൻ്റെ ചരിത്രം എഴുതാൻ പോയി തിരുവനന്തപുരത്ത് മാസികയുടെ 3 പ്രാവശ്യം എഴുതപ്പം ചീഫ് പാസ്റ്റർ നിർത്തിയാക്കാൻ പറഞ്ഞു. ഇവിടെ പാരമ്പര്യം ബൈബിളിലുണ്ട്, അത് മനസ്സിലാക്കിയാൽ മതി നിർത്തിയതാണ്. വലിയ പുള്ളിയാണ്. പെന്തിക്കോസിലെ പാരമ്പര്യം, അതായത് പുതിയൊരു സഭയുടെ പാരമ്പര്യം ഉണ്ടാക്കാൻ പുള്ളി ശ്രമിച്ചു. പെന്തിക്കോസ് മാസിക 3-4 പ്രാവശ്യം ലേഖനം എഴുതി. അതായത് ഈ സഭയുടെ ആരംഭം പാസ്റ്റർ പോൾ മുതലാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് പുള്ളി പുതിയൊരു അധ്യായം തുറക്കുക. അപ്പോൾ പാസ്റ്റർ ജേക്കബ് പറഞ്ഞു, നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. ഈ സഭയുടെ ആരംഭം തൻ്റെ മാസിക കാണിക്കേണ്ട, ബൈബിളിലുണ്ട്, പെന്തിക്കോസാണ് തുടങ്ങിയെന്ന് പറഞ്ഞ് അതങ്ങ് തട്ടിക്കളഞ്ഞു. പുള്ളിക്ക് പിടിച്ചില്ല. പിന്നൊരാൾ തൃശ്ശൂരിൽ വെച്ച് ഇരിക്കുമ്പം പുള്ളിക്കൊരു ബോധം ഉണ്ടായി, പാസ്റ്റർ പോളിനൊരു സ്മാരകം ഉണ്ടാക്കണം. അതാ ഓരോ നോക്കണം. പാസ്റ്റർ പോളിന് പുള്ളി ജനിച്ച് എങ്ങണ്ടിയിരുന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ഒരു സ്മാരകം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്മാരകം ഉണ്ടാക്കാൻ പുള്ളി പ്ലാൻ ചെയ്തപ്പോൾ മദ്രാസിൽ അറിഞ്ഞു. പാസ്റ്റർ സ്റ്റീവൻ്റെ കാലത്ത് ഞാൻ ഒന്നുകൂടെ. പുള്ളി ഏതായാലും കേരളത്തിൽ നിന്ന് പൊക്കി തമിഴ്നാട്ടിൽ കണ്ടുകൊണ്ടിട്ടു. സ്മാരകം പണി ഓരോ ഇതുപോലെ ഇതൊക്കെയാണ് ആദിമസഭയിൽ ഓരോ പോപ്പിൻ്റെയും മെത്രാന്മാരുടെ മനസ്സിൽ കയറും ഓരോന്ന്. ഇനി സ്മാരകം പണിതിട്ട് കഴിയുമ്പം കുറേ നാൾ കഴിയുമ്പം പാസ്റ്റർ പോളിൻ്റെ വിഗ്രഹത്തിന് മുമ്പിൽ കൊണ്ട് വിഗ്രഹം വെക്കണമെന്ന് തോന്നും, അല്ലെങ്കിൽ അവൾ കൊണ്ട് ഫോട്ടോ വെക്കണമെന്ന്, പിന്നെ മെഴുകുതിരി എത്തിക്കണമെന്ന് തോന്നും, പിന്നെ ആകാശങ്ങൾ പുണ്യാളനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തോന്നും, ഇല്ലയോ? ഇന്നും ചില വീടുകളിൽ പുണ്യാളന്മാരെയൊക്കെ വെച്ചിട്ടില്ലയോ? TPM-ലെ പുണ്യാളന്മാരുടെ വിശുദ്ധന്മാരുടെ ഫോട്ടോ അടിച്ച് കൊടുത്തിട്ടുണ്ട്. കാശുണ്ടാക്കാൻ ചില പുള്ളികൾ നാട്ടിൽ വിശുദ്ധന്മാരെന്ന് പറഞ്ഞു. പണ്ട് ആൽവിൻ്റെ ഫോട്ടോ അല്ല, ഇപ്പോൾ ആൽവിനെ കൂടെ കെട്ടിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്താടാ പണ്ട് ആൽവിനില്ല? ഓ, അന്ന് പുള്ളി വിശുദ്ധനല്ലെന്ന് പോയി. പിന്നെ ഇന്നോ? ചിന്തിച്ചു നോക്കി. ഇന്ന് അത് തൂക്കിയിട്ടിരിക്കുക. ഇല വീട്ടിൽ ചെല്ലുമ്പം നാളെ നിങ്ങളുടെ പിള്ളേരെ എൻ്റെ മെഴുകുതിരി എത്തിക്കും കേട്ടോ, അതിലെടുത്ത് മാറ്റിയേരെ. അതുകൊണ്ടൊരു ദോഷം ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു പാസ്റ്റർമാരുടെയും ഫോട്ടോ ഇട്ട് വയ്ക്കരുത്. വേറെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു പാസ്റ്ററുടെ ഫോട്ടോ മേശപ്പുറത്ത് ഇങ്ങനെ വെച്ചിരിക്കുക, സ്പ്രേമിലിട്ടുകൊണ്ട്. നിങ്ങളുടെ സന്തതികൾ വരുമ്പോൾ നാളെ എന്ത് ചെയ്യും? വേറെ ദൈവമായിട്ട് ബന്ധമില്ലാതെ വരുമ്പം കാണുന്ന പുണ്യാളന്മാരോട് പ്രാർത്ഥിക്കും. ഞാൻ ചില സ്ഥലത്തുനിന്ന് ട്രാൻസ്ഫർ ആകുമ്പോൾ എന്നോട് ചോദിക്കും, ഒരു ഫോട്ടോ തരണമെന്നോ? ഞാൻ എന്തിനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കാണാൻ കൊള്ളാവുന്നവരല്ല ഫോട്ടോ എടുത്തു പോയി, നമ്മുടെ അത്ര ഗ്ലാമറില്ല, അതുകൊണ്ട് പരിപാടി വേണമെന്ന് പറഞ്ഞു. നാളെ എന്നിട്ട് പറയും പുണ്യാളച്ച പ്രാർത്ഥിക്കണമെന്ന് പറയുക. അത്രയ്ക്കും വിവരമില്ലാത്തവർ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് ഈ മെനക്കേട് പണിക്കൊന്നും പോയേക്കരുത്, ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. സ്തോത്രം. അപ്പോൾ ഈ അഡോറേഷൻ എന്ന് പറയുന്നത് ആരാധന, മറ്റത് അഡോറേഷൻ വണക്കം. അതിന് അവരുടെ ഭാഷയിൽ പറയുന്നത് ലാട്രിയ എന്നും ധൂലിയ എന്നുമാണെന്ന് വ്യാഖ്യാനിക്കുക. എന്നിട്ടാണോ ഞാൻ ഈ പറഞ്ഞ പോലെ ആകാശങ്ങളുടെ രാജ്ഞി ദൈവമാതാവെന്ന് വിളിച്ച് ഇപ്പോൾ വന്ന പോപ്പ്, ഇതിനു മുമ്പുള്ള പോപ്പുമാരെ അത് ഡിസ്കഷൻ ചെയ്ത് ഉറച്ചു വെച്ചിരുന്നു, പക്ഷേ ഡിക്ലെയർ ചെയ്ത് ഇദ്ദേഹത്തിന്. പക്ഷേ ഇതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, നാളെ അങ്ങേരെ വരട്ടും. പക്ഷെ ഒരു ഗുണമുണ്ട്, ഈ ഡിക്ലറേഷൻ കൊണ്ട് ബോധമുള്ള ക്രിസ്ത്യാനികൾ, ബോധമുള്ള കത്തോലിക്കർ, അവർക്ക് മനസ്സിലായി. ഇപ്പം നമ്മൾ പറഞ്ഞ വചനമില്ലേ, ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുകൂടെ കേട്ട് കഴിയുമ്പോഴേ വിവരമുള്ളവൻ അറിയാം ഇത് തെറ്റിപ്പോയി, അല്ലാത്തവൻ അതിന് പിന്നാലെ പോകും. പണ്ട് സീക്കാർ പോയതുപോലെ കുറേ എണ്ണം പോകും. നാളെ പോപ്പിനെ കണ്ടവന്മാർ കല്ലരും, നാളെ പോപ്പ് രാജിവെച്ച് പോകണമെന്ന് ഈ കത്തോലിക്കന്മാർ തന്നെ പറയും, വിവരമില്ലാത്ത വിശ്വാസികൾ പറയുന്ന പോലെ. എന്നാൽ ബൈബിൾ എന്താ പറയുന്നത്? ഇപ്പം അതിൻ്റെ പുതിയ വഴി മധ്യസ്ഥം വഹിക്കാമെന്നാണ് പറയുന്നത്. ഇവിടെ വേദപുസ്തകം എന്താ പറയുന്നു? ഏക മധ്യസ്ഥൻ. വായിച്ചേ, 1 തീമോഥെയോസ് 2:5 വായിക്കാം. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ മാത്രം. ആരാ? യേശു ക്രിസ്തു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി, പാപങ്ങൾക്ക് വേണ്ടി തന്നെത്താൻ അർപ്പിച്ച കർത്താവായ യേശു ക്രിസ്തു മാത്രം. വേറൊരാളുടെ പറ ഞാൻ സ്വീകരിക്കാതെ. പെന്തിക്കോസിലെ പാസ്റ്ററായ ചെറിയാങ്കുഞ്ഞ് സ്വീകരിക്കാൻ കാണിച്ചതാ. യേശു ക്രിസ്തു അല്ലാതെ മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന ഏതെങ്കിലും ഒരു പുണ്യാളനെ അവതാരത്തെ കാണിച്ചതാണ്. അവതാരങ്ങൾ എത്ര വന്നു? എന്തിനാ വന്നേ? നീതിമാന്മാരെ നിലനിർത്താനും ദുഷ്ടന്മാരെ സംഹരിക്കാനും. ഇവിടെ നീയും ഞാനും പാപിയല്ലേ, നമുക്ക് രക്ഷ ഉണ്ടാവുമോ? ആ രക്ഷ തരാനാണ് യേശു ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ടാണ് ആ യേശു ക്രിസ്തു ഏക രക്ഷകനെന്ന്
ഈ പോപ്പും വിളിച്ചു പറയാൻ കാരണം. ബാക്കിയുണ്ടോ? വായിച്ചേ. കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ ഇതിനെപ്പറ്റി നന്നായിട്ട് പറഞ്ഞിരുന്നു. അതിൽ അച്ഛൻ തന്നെ പറഞ്ഞ വാക്യമാണ് നമ്മൾ സാറിന് പറയുന്ന പോലെ, മറ്റൊരുത്തരിലും രക്ഷയില്ല. വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തി 4:12 വാക്യം. 4:12. മറ്റൊരുത്തനും രക്ഷയില്ല, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. ഇല്ല. നമ്മൾ വായിച്ചേ. വേറൊരാളും രക്ഷിപ്പില്ലേ. നാം രക്ഷിക്കപ്പെടുമ്പടിക്ക് വാനത്തിൻ കീഴെ മനുഷ്യർക്കുള്ളേ അവരുടെ നാമമല്ലാമൽ. ഇടി എന്തിനാണ് ഈ നാമം കേൾക്കുമ്പോൾ കിടന്ന് കലി തുള്ളുന്നേ? ഈ മനുഷ്യൻ്റെ യോഗ്യത പോലും ഇല്ലാത്ത നീ ആരാധിക്കുന്ന നിന്റെ ദൈവത്തെ ആണ് സ്വീകരിക്കേണ്ടത്, അതോ ഈ ദൈവത്തിനായ ലോകത്ത് വന്നതിനെയാണോ? ചിന്തിച്ചു നോക്ക്. ഏതായാലും സമയമായി. ഇനിയിപ്പം രക്തസാക്ഷിത്വം ഭരിച്ചാലും കുഴപ്പമില്ല. ചെറുപ്പത്തിലെ ആ ആത്മാവുണ്ട്. അതുകൊണ്ടാണ് സത്യം പറയുന്നത്. ചിന്തിച്ചു നോക്കി. കുരങ്ങനെയും പിന്നെ പാമ്പിനെയും മിസ്രൈം എന്തൊക്കെയായിരുന്നു? ഈജിപ്തുകാർ തവള, ഈച്ച, പിന്നെ നദി, ഭൂമിദേവി, സൂര്യഭഗവാൻ, ഈ സൃഷ്ടികളെല്ലാം ആരാധിക്കുന്ന അതാണോ ദൈവം? ബോധമുണ്ട്. ചിന്തിക്കേ. നീ വാളും തടിയും കൊണ്ട് വരുന്നതിന് മുമ്പേ ഒന്ന് കുത്തിയിരുന്ന് ചിന്തിക്കേ. ഏകസത്യ ദൈവമാണ്, ഒന്നേ ഉള്ളൂ. ആ ദൈവം ഭൂമിയിൽ മനുഷ്യന് വെളിപ്പെടുത്തി കൊടുത്ത യേശു ക്രിസ്തു മൂലം. അല്ലാതൊന്നുണ്ട് പറ, കാണിച്ചതാ. ഞാൻ മാറാം, നിങ്ങളുടെ മാർഗത്തിലേക്ക് ഞാൻ വരാം, കാണിച്ചതാ. ഞാൻ പരിശോധിച്ചു. ചുമ്മാ ജീവിക്കുകയല്ലായിരുന്നു. ഈ 45-48 വർഷക്കാലം ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കവിഞ്ഞ് എന്തെങ്കിലും ഉണ്ടോ? റിസർച്ച് ചെയ്തു. അമേരിക്കയിലെ അംബാസഡർ കോളേജിൽ വരെയും കറസ്പോണ്ടൻസി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പല കോളേജിലും പഠിച്ചു. പക്ഷേ യേശു ക്രിസ്തു അല്ലാமல் മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക്, നിങ്ങൾക്കറിയാമല്ലോ, ഏറ്റവും വലിയ മതമാണ് യഹൂദ മതം. അവർ ഏകസത്യ ദൈവത്തെ പിൻപറ്റുന്നത്. പക്ഷെ അവരുടെ മതവും ഒരു പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ പോയപ്പോൾ യേശു ക്രിസ്തു അവളെ രക്ഷിച്ചുകൊണ്ട് പോയി. ഇനിമേൽ പാപം ചെയ്യരുത്. അതാണ് യേശുവിൻ്റെ പോളിസി. ഇനിമേൽ പാപം ചെയ്യരുത്. പാപികൾക്ക് മാനസാന്തരം കൊടുക്കും. ഇനിമേൽ പാപം ചെയ്യരുത്. മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. നിങ്ങൾ വേദപുസ്തകം വായിച്ചു നോക്ക്. മത്തായിയുടെ സുവിശേഷം, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ, അവരുടെ അത്ഭുതങ്ങൾ സ്വയം മനുഷ്യവർഗത്തിന് വേണ്ടി യാഗമായി തീർന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന് എല്ലാ മതവും പറയുന്നുണ്ടല്ലോ. രക്തം ചിന്തിയിട്ടല്ലാതെ വിമോചനമില്ല. അങ്ങനെയെങ്കിൽ പാപിയായി നിന്നെ രക്ഷിക്കാൻ കോഴിയുടെ രക്തം കൊണ്ട് വെക്കുമോ? കോഴിയുടെ രക്തം ഊറ്റിക്കളഞ്ഞിട്ട് ആ കോഴിയെ പൂജാരി തിന്നും, അല്ല പുരോഹിതൻ തിന്നും. അതിനുവേണ്ടിയാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പണ്ട് യാഗം കഴിക്കാൻ ദൈവം പറഞ്ഞിരുന്നു. കാരണം ഇങ്ങനൊരു യാഗം വരാൻ പോകുന്നു. അപ്പോൾ യഥാർത്ഥമായ യാഗം. അതുകൊണ്ടാണ് യേശു ക്രിസ്തു വരുമ്പോൾ യോഹന്നാൻ പറഞ്ഞു കൊടുത്തു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആ കുഞ്ഞാടിൻ്റെ യാഗം ഏതെനിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ, തെറ്റ് ചെയ്തപ്പോൾ, അനുസരണക്കേട് കാണിച്ചപ്പോൾ ഒരാട്ടുംകുട്ടിയെ എടുത്ത് അതിൻ്റെ തോല് കൊണ്ട് അവൻ്റെ വസ്ത്രത്തെ ഉരുകി. ഈ ആട്ടുംകുട്ടി വരാൻ പോകുന്ന ആടിന് നിഴല്. അബ്രഹാമിൻ്റെ കാലത്തിൽ തൻ്റെ തൻ്റെ മകനായ ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ പറഞ്ഞു. അബ്രഹാം എന്ത് ചെയ്തു? മോരിയാമലയിൽ ഇസ്ഹാക്കിനെ കൂട്ടിച്ചെന്നു യാഗം കഴിക്കണമെന്ന് തീരുമാനിച്ചു. അബ്രഹാം കത്തിയെടുത്ത് ഓങ്ങുമ്പോൾ സ്വർഗം ഒന്ന് ചലിച്ചു കേട്ടോ. അബ്രഹാമിന് വിശ്വാസം നോക്കിയേ. ദൈവം പറഞ്ഞാൽ പിന്നെ അപ്പുറത്തൊന്നുമില്ല, ബാക്കി ദൈവം നോക്കിക്കോളും. താൻ സ്നേഹിക്കുന്ന തൻ്റെ ഏകജാതനെ അർപ്പിക്കാൻ തയ്യാറായതുകൊണ്ടാണ് അവൻ വിശ്വാസികളുടെ പിതാവായത്. പക്ഷേ വെട്ടിയിരുന്ന സംഗതി മാറിയനെ, നരബലിയായി പോയനെ, ദൈവത്തിൻ്റെ പേരൂടെ പോയനെ. അതുകൊണ്ടാണ് ദൂതൻ അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഞെട്ടിപ്പോയി. സ്വർഗം ഒന്ന് ചലിച്ചു. അബ്രഹാമിൻ്റെ വിശ്വാസത്തിന് മുമ്പിൽ സ്വർഗം ഒന്ന് ഇളകി. അതാണ് അബ്രഹാമിൻ്റെ വിശ്വാസം. ഇതുപോലെ നിങ്ങൾ ഞാൻ പരീക്ഷിക്കപ്പെടും. ചുമ്മാ അനിവാര്യം പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടും. നിങ്ങളുടെ ജീവനിൽ പോരാട്ടം വരുമ്പോൾ ആ ദൈവത്തെ വിശ്വസിക്കുന്നു എന്നറിയും. അവിടെയാണ് വിശ്വാസം സ്ഥിരീകരിക്കുന്നത്. ഓരോ വിശ്വാസിക്കും പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തെ വിട്ട് ഓടുമ്പോൾ അതിൻ്റെ അർത്ഥം കുഴപ്പമൊന്നുമില്ല, നരകത്തിലൊന്നും പോകത്തില്ല, പക്ഷേ നഗരത്തിലെത്തത്തില്ല. അബ്രഹാമിൻ്റെ സന്തതികളായിട്ട് നഗരത്തിൽ കാണത്തില്ല. ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതായ നഗരത്തിന് വേണ്ടി. അപ്പോൾ നമ്മുടെ സന്തതിക്ക് ചിലപ്പോൾ രോഗം, പ്രയാസവും, കഷ്ടം വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മരണമായാലും ജീവനായാലും ആ വിശ്വാസത്തിൽ നിങ്ങളുടെ മുൻ തലമുറയിൽ ഒരുപാട് പേർ അക്കരയ്ക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെയും ചിലരുണ്ട്, ചുരുക്കം പേര്.
അതുകൊണ്ട് നല്ല പുനരുത്ഥാനം കിട്ടണമെങ്കിൽ, പുനരുത്ഥാനം പറഞ്ഞുണ്ടേ, അതിൽ ഏറ്റവും നല്ല പുനരുത്ഥാനം പ്രാപിക്കണമെങ്കിൽ ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റെന്നാണ്. ഉദ്ധാരണം കൈക്കൊള്ളാതെ. ഇപ്പോൾ പലരും എന്നോട് പറഞ്ഞു, പക്ഷേ നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരെന്താ വാക്സിൻ എടുക്കാഞ്ഞുകൊണ്ട് ശരീരം, ഇപ്പോൾ വാക്സിൻ എടുത്തപ്പോൾ എല്ലാം കുഴഞ്ഞു വീണ് ചാവുക എന്നാണ് പറഞ്ഞത്. വാക്സിൻ എടുത്തവർ ഓരോന്നോരോന്ന് ഇപ്പോൾ കുഴഞ്ഞു വീണ് ചാവുക. എനിക്കറിയത്തില്ല. ഞാൻ ഏതായാലും 48 വർഷമായിട്ട് ഇതിനൊന്നും പോകാൻ ദൈവം അനുവദിച്ചില്ല. ഒരുപാട് രോഗം അറ്റാക്ക് വന്നിട്ടുണ്ട് പല പ്രാവശ്യം. തലയ്ക്ക് ക്യാൻസർ പോലെ വന്നു. ഇപ്പോഴതായി തുപ്പി വെച്ചുകൊണ്ട് നടക്കുന്നത്. അതോടുകൂടി വേണ്ടാത്ത കുറേ ബ്രെയിനെല്ലാം കരിച്ചു കളഞ്ഞു. ഒരുപാട് വായിച്ചും എടുത്തും ലോകത്തിൻ്റെ അറിവൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു കേട്ടോ, ഒരുപാടുണ്ടായിരുന്നു. കുറച്ച് കത്തിച്ച് കളഞ്ഞു, മതിയുടെ ഇത്രയും മതിയെന്ന് പറഞ്ഞു. ആ കത്തിച്ച ഭാഗമാണിപ്പം കാറ്റടിക്കാൻ വയ്യ, പിന്നെ വെയിലടിക്കാൻ വയ്യ. കാരണം ഒരു പിടി വേണ്ട തമ്പുരാൻ. ഇവനൊക്കെ ആരാ മക്കളെന്നറിയാമോ? നീ ഞാനും ഒക്കെ ആരാടാ മക്കൾ? തമ്പുരാൻ്റെ കയ്യിൽ ഒതുക്കണമെങ്കിൽ ഒരു കടിഞ്ഞാണ് വേണം. ഇപ്പം ചെറിയാങ്കുഞ്ഞിനെ ഒതുക്കിയത് തലയും പൊട്ടിച്ചു, നെഞ്ചും പൊട്ടിച്ചു. ഇപ്പം കയ്യിൽ അടങ്ങി കിടക്കുക. ഹൃദയം തുറങ്ങിയവർക്ക് അപ്പോൾ ഹൃദയവും തട്ടി. അതുകൊണ്ടാണ് കാറ്റടിക്കുക. അതുകൊണ്ട് എപ്പോഴും നിങ്ങളൊക്കെ ഇവിടെ ഫാനിടാൻ ബുദ്ധിമുട്ടുമ്പോൾ ഞാൻ സെറ്റിട്ടതിൻ്റെ കാരണം എന്താണ്? നെഞ്ചിന് കാറ്റടിക്കാൻ വയ്യ. യവനെയൊക്കെ ഒതുക്കി. പൗലോസിനാണ് ശൂലം കൊടുത്തിരുന്നത്. നമുക്ക് അത്രയും വേണ്ട. നമ്മൾ പൗലോസിനെ പോലെ വലിയ ആളല്ലല്ലോ. അതുകൊണ്ട് ഇവിടെ ഒരു പിടുത്തം പിടിച്ചു. തലക്കിട്ടൊരു കൊട്ടുകൂട്ടി, നെഞ്ചിനൊരു കൊട്ടുകൂട്ടി. ആദ്യം അറ്റാക്ക്, രണ്ടാമത് ബ്രെയിന്. 1988 3-4 പ്രാവശ്യം അറ്റാക്ക് വന്നു, മരിച്ചോകെത്തി. 2013 കണ്ണൂരിലിരിക്കുമ്പോൾ തലയ്ക്കും കയറി പിടിച്ചു. ഇപ്പം മര്യാദയ്ക്ക് കിടക്കുക. സ്വസ്ഥമായിട്ടും സാവധാനത്തും ദൈവത്തിൻ്റെ വേല ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ചു. അതുകൊണ്ട് അടി കിട്ടുമ്പോൾ സൂക്ഷിച്ചോണം. നമ്മുടെയൊക്കെ സ്വയത്തെ ഒതുക്കാൻ ചിലപ്പോൾ ദൈവം അനുവദിച്ചെന്നിരിക്കും. അതിന് പരിഹാരത്തിന് ഓടരുത്. പരിഹാരം കിട്ടും, പക്ഷേ പദ്ധതി പൊളിഞ്ഞു പോകും. മനസ്സിലായോ? എന്നിട്ട് ഞാൻ ചത്തില്ലല്ലോ. എന്നെക്കാൾ ആരോഗ്യമുള്ളവന്മാർ ചെറിയാച്ച ഇങ്ങനെയൊക്കെ വല്ലതും കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്ന ആയുസ് കിട്ടത്തില്ലെന്ന് പറഞ്ഞ് പുള്ളികളൊക്കെ പണ്ടേ പിരിഞ്ഞു. പെയ്ത്തോൽ ഉപവാസം വയ്ക്കുമ്പോൾ പോയി തന്തൂരിയൊക്കെ അടിച്ച് ചിക്കനും അടിച്ച് മാന്യന്മാരായിട്ടൊന്ന് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന ചില ഉപദേശമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നോട് പറയും, താനൊക്കെ എന്തുവാ അവിടെ കഞ്ഞി കുടിച്ച് ഇവിടെ കിടക്കുക, പെയ്ത്തോലെ കഞ്ഞി ചത്തു പോകടോ എന്ന് പറഞ്ഞു. നമ്മൾ ചത്തില്ലല്ലോ. തന്തൂരി അടിച്ച് പൊറോട്ട അടിച്ച് അഭ്യാസം കാണിച്ച് പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നവന്മാരെല്ലാം ആയുസ് ചെയ്യാൻ ചത്തുപോയി. 1-2 അപ്പോട്ടെ. അതുകൊണ്ട് മാത്രമല്ല, ദൈവവേഷം ചെയ്യാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയരെ, ദൈവത്തെ വിശ്വസിക്കുക. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, തൻ്റെ ഏകജാതനെ അർപ്പിച്ചെന്നാണ്. പത്തി ഓങ്ങില്ലേ? അപ്പോൾ പറഞ്ഞു, നിൻ്റെ ഏകജാതനായ പുത്രനെ തരാൻ മടിക്കൊണ്ട് നീ ദൈവത്തെ സ്നേഹിക്കുന്നു. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർ ശരീരത്തെ സ്നേഹിക്കത്തില്ല. നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം, ദൈവത്തെ സ്നേഹിക്കുന്നവർ സ്വന്തം ശരീരത്തെ സ്നേഹിക്കത്തില്ല. അതാണ് എൻ്റെ സത്യം. അങ്ങനെ സ്വന്തം ശരീരത്തെ സ്നേഹിക്കാൻ പോയാൽ അവൻ്റെ ജീവനെ അവൻ നഷ്ടപ്പെടുത്തും. സ്വന്തം ജീവനെ കളയുന്നവൻ അതിനെ ഇതൊന്നും ഇന്ന് ഈ കാലത്ത് അധികം പ്രസംഗിക്കത്തില്ല. കാരണം ഭൂരിപക്ഷത്തിന് ഇതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് പലരെയും പ്രസാദിപ്പിക്കുന്ന പ്രസംഗം വേണം. നമുക്ക് ആശിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. പെൺപിള്ളേരെ കെട്ടിക്കാനില്ല, ഇല്ലയോ? പണ്ട് പാസ്റ്റർ VG ശമലിൻ്റെ അടുത്ത് പട്ടിണിക്കാലത്തിൽ ഒരുത്തം വന്ന് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് 2 പെൺപിള്ളേരുണ്ട്, കെട്ടിക്കാൻ കാശില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ ബെല്ലടിച്ചു. നമ്മുടെ പിള്ളേരെല്ലാം വിളിക്കാൻ പറഞ്ഞു. സെൻട്രൽ പെയ്ത്തോല്ലേ, 10 രൂപ സൗകര്യമാരുണ്ട്, നീ കണ്ടോ എടാ, ഇതിനെ ഒന്നിനെ പോലും കെട്ടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അവൻ സ്ഥലം വിട്ടു. ഏതാ, ഇതിനെ ഒന്നിനെ പോലും കെട്ടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞുള്ളൂ. പാസ്റ്റർ കൊടുക്കാൻ കാശില്ല, അവന് 2 ഉള്ളൂ. ഇവിടെ 10 രൂപ നിൽക്കുക. അവനറിയാം ഇത് പ്രതീക്ഷിക്കപ്പെട്ടാന്ന്. അവൻ സ്ഥലം വിട്ടു. എൻ്റെ പൊന്നെ ക്ഷമയും പറഞ്ഞു അവൻ സ്ഥലം വിട്ടു. എന്തിനാ നിൽക്കുന്നേ? ഒരു സത്യത്തിന് വേണ്ടി. അപ്പോൾ വേലക്കാരായാലും ഇറങ്ങി പുറപ്പെട്ടതിന് ശേഷം പ്ലാൻ തെറ്റരുത്. അഥവാ തെറ്റിയാൽ യഥാസ്ഥാനപ്പെടണം. ചുമ്മാതെ വിശ്വാസ വീട്ടിൽ അഭ്യാസം കളിച്ചുകൊണ്ട് പോകണ്ടല്ലോ, അടി വാങ്ങിച്ച് പുറത്ത് പോകേണ്ടി വരും. അതുകൊണ്ട് മര്യാദയ്ക്കൊക്കെ ജീവിച്ചോണം. ഇല്ലെങ്കിൽ പുറത്ത് പോക്കും. ആര് പറഞ്ഞു? പോയി കല്യാണം കഴിച്ച് പിള്ളേരും ജനിപ്പിച്ചു അമ്മച്ചി അപ്പച്ചനൊക്കെ പിടിച്ചു വേണം നടന്നു പോകും. ഈ മാർഗത്തിന് വെളിപ്പാടുള്ള മതി. അതുകൊണ്ടാണ് യേശു അവസാനം ഇൻ്റർവ്യൂ വയ്ക്കും എടുത്ത് എല്ലാം പോടാന്ന് പറഞ്ഞു. പത്രോസൊക്കെ ഇങ്ങനെ പമ്മി നിൽക്കുക, എന്ത് ചെയ്യണം, നീയും പോടാന്ന് പറഞ്ഞു. എവിടെ? കർത്താവേ, നിത്യജീവൻ്റെ മൊഴികൾ നിന്നിലുണ്ട്, ഞങ്ങൾ നിന്നെ എവിടെ വിട്ടിട്ട് പോകും? അവർക്ക് മാത്രമേ ഇത് പറ്റത്തുള്ളൂ. അല്ലാതെ സ്വപ്നം കണ്ട് വന്നവരും. ഞങ്ങൾ മദ്രാസിരിക്കുമ്പോഴേ സുവിശേഷ വേലയ്ക്ക് എടുക്കുന്ന സമയത്ത് പാസ്റ്റർ ജേക്കബ് വേലയ്ക്ക് എടുക്കുക. പാസ്റ്റർ ബോബി ഞാനും ഒരു ഫൈത്തോമല. പാസ്റ്റർ ബോബിയുടെ അസിസ്റ്റൻ്റായിട്ട് ഞാൻ ഗല്ലീസിരിക്കുമ്പോഴാണ്. ഞങ്ങൾ അടുത്തടുത്തിരിക്കുക. അപ്പോൾ ഒരു സഹോദരി 40 വയസ്സുള്ള സഹോദരി എഴുന്നേറ്റ് സാക്ഷി പറയുക, അയ്യാ. അപ്പോൾ എന്നാ ഉങ്ങളുടെ അളപ്പെന്നാന്ന് ചോദിച്ചു. പാസ്റ്റർ ചോദിച്ചു, ഉങ്ങളുടെ അളപ്പെന്നാ? അയ്യാ, ഞാനൊരു സ്വപ്നത്തെ പാത്തേൻ. എന്നെ സ്വപ്നമോ? ഒരു കിണറ്റിൻ്റെ ഓരച്ചിൽ
ഞാൻ കൊഞ്ചം മീനെ പിടിച്ചിട്ട് കരുവാടാക്കി മാറ്റുന്നത് വെയിലിട്ട്. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, അയ്യാ ഇവരെ വിലക്കെടുക്കக்கூடாது, ഇങ്ങനെയുള്ള നല്ല ആത്മാക്കളെ കരുവാടാക്കി മാറ്റുക. അപ്പോൾ അതാണ് അവരുടെ സ്വപ്നം. മനസ്സിലാവുന്നു? കുട്ടനാട്ടിൽ നിന്ന് ചിലപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ പറഞ്ഞു ഞങ്ങൾ കൊയ്യുന്നു വേണ്ടെന്ന് പറയും. അതാണ് വിതയ്ക്കുകയല്ല, കൊയ്യുക. അപ്പോൾ കൊയ്യാൻ വരും. പിന്നെ ഇവിടെ വന്ന് എല്ലാത്തിനും തലയെടുക്കുക. കുട്ടനാട്ടുകാരുടെ സ്വപ്നം ചിലർ മലയോര പ്രദേശം കാണാറുണ്ട്, ഞങ്ങൾ കൊയ്യാൻ വന്നു വരാമെന്ന് പറയും. ഇവിടെ വിതച്ചെങ്കിലല്ലേ കൊയ്യത്തുള്ളൂ. പിന്നെ വെയ്ത്തോണ്ടിരുന്ന് മറ്റുള്ളവരെ കൊയ്യാൻ നടക്കും. ഇത് അറിയാവുന്നതിനറിയാം. ഇതൊന്നും ഏതാ പണ്ടൊരുത്തം വേലയ്ക്ക് വന്നു നോക്കിയപ്പോൾ പാസ്റ്റർ ടി വി തോമസിൻ്റെ കൂടെ വിസിറ്റിങ്ങിന് പോകുന്നിടത്തല്ല ഇവ നോക്കുമ്പോൾ എല്ലായിടത്തും കാശ് കിട്ടുന്നു. പാസ്റ്റർക്ക് കാശ് കൊടുക്കുന്നു, പെയ്ത്തോ വീടുകളിൽ ചെല്ലുമ്പോൾ നല്ല ഫുഡ് കൊടുക്കുന്നു. ഇവൻ വീട്ടിൽ ചെന്ന് പറയാ ഞാനും സുവിശേഷ വേലയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. ഇവിടെ നീ പോയി അങ്ങനെ രക്ഷപ്പെടും. ഇല്ല ഞാൻ പോവാം, മറ്റു പണിയൊക്കെ നല്ല പണിയായതെന്ന് പറഞ്ഞു. അവൻ വേലയ്ക്ക് വന്നു കേട്ടോ. ദൈവം ചിലപ്പോൾ അങ്ങ് അനുവദിക്കും. രക്ഷപ്പെടുന്നപ്പെട്ടെ ചിലരെ നമ്മളിവിടെ അനുവദിക്കത്തില്ല. കള്ളം കുടിച്ച് നടക്കുന്നവനെ കൂടി പിടിച്ച് അകത്താക്കും, നമ്മുടെ കൂടെ നടത്തും. എന്തിനാ? രക്ഷപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ, ഒരു ആത്മാവ് രക്ഷിച്ചാൽ. ഇവൻ വന്ന് ഒരു പാസ്റ്ററുടെ ട്രെയിനിങ്ങിന് വിട്ടു. ട്രെയിനിങ്ങിന് വിട്ട് പുള്ളി ഇവൻ നോക്കുക ഈ പാസ്റ്റർ എങ്ങനെ പ്രസംഗിക്കുന്നത്. ഇവനൊരു ചുണ്ണാമ്പ് അറിയത്തില്ല. ഇവൻ വലിയൊരു പാസ്റ്ററല്ലേ. പാസ്റ്റർ ഇങ്ങനെ പ്രസംഗിക്കാൻ നേരത്തെ നല്ല എടുപ്പുള്ള ഭാഷ. പുള്ളി വാക്യം വായിക്കാം ഇങ്ങനെ വന്ന് ശബ്ദത്തിൽ മുഴക്കോ, വാക്യം വായിക്കാം. ഉടനെ സൗകര്യമാർ വാക്യം വായിച്ചു. പാസ്റ്ററുടെ ഒരു ശൈലിയാണ് ഈ പോക്കറ്റ് കൈയിടും. അത് പുള്ളിയുടെ ശീലം. അങ്ങനെ പോക്കറ്റ് കൈയിട്ട് നല്ല മെസ്സേജ് വരുന്നു. പോക്കറ്റ് കൈയിടുന്ന ശീലമാണ്. ഈ ഉപദേശം വിചാരിച്ചെന്നറിയാമോ, ഇതാണ് പ്രസംഗത്തിൻ്റെ ലൈന്. ഇവന് പ്രസംഗ കൊതിയുണ്ടെന്ന് മനസ്സിലായ പാസ്റ്റർ ഒരിക്കലും ഒരു പ്രസംഗത്തിന് വിട്ടു. അവൻ എന്ത് ചെയ്യുന്നറിയാമോ, പാസ്റ്റർ നിൽക്കുന്ന പോലെ നെഞ്ചും പിരിച്ച് വായിക്കാം മത്തായിയുടെ സുവിശേഷം 18:20. സഹോദരി വാക്യം വായിച്ചു. ഇവൻ പോക്കറ്റ് കൈയിട്ടു, ഒന്നും വരുന്നില്ല. ഇവൻ കരയാൻ തുടങ്ങി. എന്നടാ ദൂത് വരുന്നില്ല. എടാ ഇത് അങ്ങനെയുള്ള ദൂതല്ല, പോയി മുട്ടുമേരിക്കുക. പിന്നെ പോയാലും മുട്ടുമേരുന്നവൻ രക്ഷപ്പെട്ടു കേട്ടോ, അവൻ വിട്ടുപോയില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങനെയുള്ള പത്രാസം കണ്ട് പറയരുത്. പണ്ടൊരമ്മ പറഞ്ഞു, വീട്ടിൽ കിടന്ന് എന്നും വഴക്കാം, അമ്മയോട് വഴക്കാം. അന്ന് ആ ഫെയ്ത്തോമില്ല, എല്ലാ ഫെയ്ത്തോളും അങ്ങനെയൊന്നുമല്ല. അന്ന് ആ ഫെയ്ത്തോമില്ല 2 സഹോദരിമാരും എപ്പോഴും വഴക്കാം. അവരൊന്നും ചേരുന്നില്ല. വീട്ടിലിരിക്കുമ്പോഴേ ഇങ്ങനെ പരുവക്കേടായിട്ട് വന്നവരൊക്കെ കുറേ കാലം എടുക്കും ശരിയാകാനായിട്ട്. അപ്പോൾ ഈ അമ്മ എന്നും വന്നാൽ ഈ സഹോദരിമാർ എന്നോട് വഴക്കാം. അപ്പോൾ അമ്മ വിചാരിച്ചെന്നെ ഈ വഴക്കാളികളെ കൊണ്ടിടുന്ന സ്ഥലമാണിത്, ഫെയ്ത്വം. അപ്പോൾ ഈ മോളോട് പറഞ്ഞു, നീ വല്ല ഫെയ്ത്വന് പൊടിയെന്ന് പറഞ്ഞു. കാരണം പോരട്ടെ, ആര് വന്നാലും കർത്താവ് സ്വീകരിക്കും. ഇവിടെ വന്ന് ഈ ഇതിൽ കൂടെ കറങ്ങി വരുമ്പോൾ കുറേ എണ്ണം രക്ഷപ്പെടും, കുറേ എണ്ണം വിട്ടുപോക്കോളും, കുറേ എണ്ണം ചത്തും പൊക്കോളും. അതൊന്നും ദൈവത്തിന് വിഷയമല്ല. അവസാനത്തോളം അതുകൊണ്ട് വിളിയില്ലാത്തവൻ വന്നാലും തമ്പുരാൻ എടുക്കും ചിലപ്പം കേട്ടോ. അത് ദൈവത്തിൻ്റെ ഒരു മര്യാദ. രക്ഷപ്പെടുന്ന പെട്ടോട്ടെ. ആ പോക്കറ്റ് കൈയിട്ടവൻ രക്ഷപ്പെട്ടില്ലേ. പാഷ് കാശ് കിട്ടുന്നുണ്ട്, സ്വീകരണം കിട്ടുന്നുണ്ട്, എന്നാൽ പോയേക്കാന്ന് പറഞ്ഞ് വന്നവനാ. പക്ഷേ പ്രസംഗത്തിൽ പാടി നിലവിളിച്ചപ്പോൾ ദൈവം വീണ്ടും കൃപ കൊടുത്തു, അവൻ രക്ഷപ്പെട്ടു. എന്ന് പറഞ്ഞ പോലെ ആരെയും ദൈവം എടുക്കും. ചിലപ്പോൾ വിളിയുള്ളവനെടുക്കും, വിളിയില്ലാത്തവനെടുക്കും, ചിലരെ പാർട്ട് ടൈമായിട്ട് എടുക്കും. നമ്മളുണ്ടല്ലോ പാർട്ട് ടൈം വർക്കേഴ്സ് ഉണ്ടല്ലേ, അവർ 3-4 വർഷം 5 വർഷം 10 വർഷമൊക്കെ ഇതിനകത്ത് ജോലി ചെയ്യും. അവർ കുറേ സമ്പാദിക്കും, സമയം വരുമ്പം പോവും. ചിലപ്പോൾ അവരെ പോലുള്ളൊരു പാർട്ടിയും കൂടെ അങ്ങ് പോവും. അതിനൊന്നും ദോഷമില്ല. അത് പാർട്ട് ടൈം വർക്കേഴ്സ്. അവരുടെ പേര് പാർട്ട് ടൈം വർക്കേഴ്സ്. പക്ഷേ യഥാർത്ഥ വേലക്കാരൻ എന്ത് കഷ്ടം വന്നാലും അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ. അവിടെ പോകുന്നവനെ പറ്റി ചിന്തിക്കേണ്ട, ഒരാളെ വിളിച്ചുകൊണ്ട് പോയാലും വിഷമിക്കേണ്ട, ഇടയ്ക്ക് വെച്ച് പിരിഞ്ഞാൽ അതൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. അവൻ ആരെ നോക്കും? ക്രൂശിങ്കിലേക്ക് നോക്കും. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നമുക്കും അവരുടെ മുഖത്തേക്ക് നോക്കാം. മറ്റെല്ലാവറ്റെയും മാറ്റിവിട്ടുകൊണ്ട് ലോകത്തിൽ എന്ത് സംഭവിച്ചാലും ശരി, സഭയ്ക്ക് എന്ത് സംഭവിച്ചാലും, വേലക്കാർക്ക് എന്ത് സംഭവിച്ചാലും, എനിക്ക് എൻ്റെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി. തന്മുഖത്തു നോക്കിടുന്നോർ ശോഭിതരായി തീരും, ആയവർ മുഖം തെല്ലും ലജ്ജിക്കയില്ല. തന്മുഖത്തു നോക്കിടുന്നോർ ശോഭിതരായി തീരും, ആയവർ മുഖം തെല്ലും. എൻ്റെ ഉള്ളം എൻ്റെ മനസ്സമവനിൽ ആനന്ദിക്കുന്നു. എൻ്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എൻ്റെ മനസ്സമവനിൽ ആനന്ദിക്കുന്നു. ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തി
തന്മുഖത്തു നോക്കിടുന്നു. ശോഭിതരായി തീരും. ഹല്ലേലൂയ. ജീസസ് തന്മുഖത്തു നോക്കിടുന്നു ശോഭിതരായി തീരും. ആയവർ മുഖം തല്ലിൽ രക്ഷിക്കുകയില്ല. തന്മുഖത്തു ഹല്ലേലൂയ. ധിവവരസം ചിരബലബലം ചിരബലബൽസിയാ. നീതിമാന്മാരിൻ അനർത്ഥമേറി വന്നാലും നൽകിടുന്നു നിത്യനാം ദൈവം. നീതിമാന്മാരിൽ നഷ്ടമേറി വന്നാലും നീക്കുപോക്കു നൽകിടും നീ നിത്യനാം ദൈവം. നീതിമാന്മാരിൻ അനർത്ഥമേറി വന്നാലും നീക്കുപോക്കു നൽകിടും നീ നിത്യനാം ദൈവം. നീതിമാന്മാരിൻ ഏറി വന്നാലും നീക്കുപോക്കു നൽകിടും നീ നിത്യനാം ദൈവം. നീതിമാന്മാരിൻ അനർത്ഥം ഏറി വന്നാലും നീക്കുപോക്കു നൽകിടും നീ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക. ഞങ്ങളോട് സ്നേഹിക്കുന്നു.